പല കഴിഞ്ഞ വീക്കുകളിലായിട്ട് നമ്മൾ നമ്മുടെ സെൽഫിൻ്റെ, യൂണിവേഴ്സിൻ്റെ, നേച്ചറിൻ്റെ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ വിഷയങ്ങളെ അധികരിച്ചിട്ട് നമ്മളിലേക്ക് തന്നെയുള്ള യാത്ര, സത്യത്തിലേക്കുള്ള, നമുക്കുള്ളിലെ സത്യത്തിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗൈഡഡ് ടോക്ക് ആക്ച്വലി ഒരു ഗൈഡഡ് ജേണി ആയി മാറാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളെ ഗൈഡഡ് ടോക്കിൽ മാത്രമാണ്, GTയിൽ മാത്രമാണ് ഗൈഡഡ് ജേണി എന്ന് പറഞ്ഞ സ്ലോട്ട് ഉണ്ടാവില്ല. അപ്പം ആക്ച്വലി ഈ GT സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ഗൈഡഡ് ജേണിയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ വന്ന് ഗൈഡഡ് വിസ്ഡംസ് എടുത്ത് അത് നമ്മളിങ്ങനെ കുറച്ച് ധ്യാനിച്ച്, കുറച്ച് ചിന്തിച്ച്, നമ്മളെ തോട്ട്സിനൊക്കെ ഒരു പടി ഉയർത്തി അങ്ങനെ ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും. ആക്ച്വലി അത് GTയിൽ വരുന്നവർ മാത്രമല്ല ഗൈഡഡ് യാത്രയിലുള്ളവർ, മനുഷ്യരെല്ലാവരും ഗൈഡഡ് ജേണിയിൽ തന്നെയാണ്. അതിൽ ദൈവം നമ്മളെല്ലാവരെയും ഗൈഡഡായി തന്നെ കൊണ്ടുപോകുന്നു. പക്ഷേ നമ്മൾ കൂടി അത് തിരഞ്ഞെടുക്കുമ്പം, നമ്മൾ കൂടി അത് ആക്സെപ്റ്റ് ചെയ്യുമ്പം, നമുക്കെല്ലാവർക്കും ഓരോ ദിവസം ഉറങ്ങി എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ആ കോള് വരുന്നുണ്ട്, കോൾ ടു ദ ഗൈഡഡ് ജേണി. ആ ഗൈഡഡ് ആയിട്ടുള്ള ബോധത്തോടു കൂടിയുള്ള യാത്രയിലേക്ക്, ബോധവാനായിട്ടുള്ള യാത്രയിലേക്ക്, ബോധവാനായിട്ടുള്ള ബോധ്യത്തിലൂടെയുള്ള യാത്രയിലൂടെയാണ് ഒരാൾ ബുദ്ധനാകുന്നത്. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ടവനും അതുപോലെ തന്നെ ബുദ്ധിക്കപ്പുറത്തേക്ക്, ഭൗതികമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ബോധത്തിൻ്റെ രഹസ്യം അറിഞ്ഞവനാണ് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെല്ലാവരും ബുദ്ധനാകാനുള്ള, ബോധ്യപ്പെട്ടവനാവാനുള്ള, ബോധമുള്ളവനാകാനുള്ള ഒരു വിളി രാവും പകലും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എണീക്കുകയും. ദാറ്റ് മീൻസ് തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ ആ വിളി നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് ആ വിളി ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മളെ കാതിലേക്ക് ആ ദൈവത്തിൻ്റെ വിളി ഇങ്ങനെ ഊതിയും ഓതിയും ഒക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്തും ആ വിളിയെ സ്മരിപ്പിച്ചുകൊണ്ട്, പ്രൊക്ലെയിം ചെയ്തുകൊണ്ട്, എനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, ഇവിടുന്ന് എക്സിറ്റ് അടിക്കണം എന്നും എല്ലാവരും ആശിച്ചു പോകുന്നത്. അപ്പം ഈ തുടക്കത്തിൻ്റെയും ഒടുക്കത്തിൻ്റെയും, ദിവസത്തിൻ്റെ തുടക്കവും ദിവസത്തിൻ്റെ അവസാനവും ഒരു മരണവും ഒരു ജനനത്തിൻ്റെയും ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ മാത്രമല്ല, ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കലും അതൊന്ന് പിടിച്ചു വെക്കലും ഒരു ശ്വാസം പുറത്തേക്ക് വിടലും, ഒരു ശ്വസനത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ ഇടയിൽ പോലും നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നമുക്കൊക്കെ ആ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കോളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധവാനാകാനുള്ള, ഗൈഡഡ് ആകാനുള്ള കോൾ. ബിക്കോസ് നമ്മളതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കെപ്പോഴും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെളിച്ചം നമ്മൾ ആ സത്യത്തിലേക്കാണ്, ആ ഗൈഡഡ് ജേണിയിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചുറ്റിലും കാണുന്ന മനുഷ്യർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പോലും അത് അവർക്കുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ ആ ബോധത്തിലേക്ക്, നമ്മളെ ആ ഗൈഡഡ് ജേണിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ കോളാണ്. അവിടെയാണ് റൂമി പറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മനുഷ്യരെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാം, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതെല്ലാം നമുക്ക് ഗൈഡാണ്. ഞാൻ ഈ നിമിഷത്തിൽ എന്ത് അനുഭവിക്കുന്നു, കണ്ണുകൊണ്ട്, കാഴ്ച കൊണ്ട്, കേൾവി കൊണ്ട്, ചിന്ത കൊണ്ട്, ശരീരം കൊണ്ട്, രുചി കൊണ്ട്, മണം കൊണ്ട് എന്തനുഭവിക്കുന്നോ ഇതൊക്കെ ആക്ച്വലി നമുക്കുള്ള അറിവാണ്. ആ അറിവിൻ്റെ ഒക്കെ അകത്ത് അറിവ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ അറിവിൽ തന്നെയാണ്, അറിയുകയാണ്. നിങ്ങളിപ്പോൾ കാണുകയാണെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടിട്ട് നിങ്ങൾ ഞാനാണിതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കേൾക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ പറയുന്നത് അത് കേട്ടിട്ട് അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ ചെയറിൽ ഇരിക്കുന്ന അനുഭവം, അവസ്ഥ അറിയുകയാണ്. അപ്പം ഏത് ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലും അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെറുതെ നമുക്ക് അറിയാൻ പറ്റില്ല അറിയിച്ച് തരാതെ. അപ്പം നമ്മൾ അറിയുന്ന, അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും അറിയിക്കുന്നവൻ എന്തോ ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു കത്ത് നമുക്കിങ്ങനെ അയക്കുന്നുണ്ട്. ഒരു കാഴ്ചയിലൂടെ, ഒരു ചിന്തയിലൂടെ, ഒന്ന് പറഞ്ഞാൽ ഒറ്റൊന്നിൽ നിർത്തല്ല, നിരന്തരമായിട്ട് ഓരോരോ ചിന്തകളാക്കിയിട്ട്, ഓരോരോ കാഴ്ചകളാക്കിയിട്ട്, ഓരോരോ കേൾവികളാക്കിയിട്ട്, ഓരോരോ ശബ്ദങ്ങളാക്കിയിട്ട്, ഓരോരോ അനുഭവങ്ങളാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കഷ്ണമായിട്ടുള്ള എന്നാൽ തുടരെയായിട്ട് തന്നെയുള്ള ഒരു തുടർച്ച നിലനിൽക്കുന്ന ഒരു കോള് അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ജേണിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ,
ഓരോ സെക്കൻഡിലും വരുന്നുണ്ട്. നീ ഇപ്പോൾ ശ്വസിക്കുന്നു, നിൻ്റെ ശ്വസനം നീ ഇപ്പോൾ അറിയുന്നു, ആ ശ്വാസം പോലും നിന്നെ എന്തിലേക്കോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ വിളി കേൾക്കാതെ, ആ വിളി കേൾക്കണമെങ്കിൽ ഉൾവിളി കേൾക്കാൻ നമ്മൾ പാകപ്പെടാന്നുള്ളതാണ്. അപ്പോൾ അത് കേൾക്കാതെ നമ്മൾ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ മാത്രം കാണുന്നു, കണ്ടതിന് പിറകെ പോകുന്നു. കണ്ടതിന് പിറകെ പോകുന്നതിനപ്പുറത്ത് കണ്ടതിന് പിറകിലെന്താന്ന് കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കാണേണ്ടത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ ഒരു ശൈലിയിലേക്ക് നമ്മളെത്തുമ്പം നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ഗൈഡഡ് ലൈഫാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ഗൈഡഡ് ജേണിയാണ്. ഗൈഡഡ് ജേണി ആകണമെന്നാണ് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഴ്സ്, നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സ്, നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു ഫ്രീ വില്ല് തന്നിരിക്കുന്നു. ഈ ഫ്രീ വില്ല് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഫ്രീ വില്ല് കൊണ്ട് നമ്മളെന്ത് ചൂസ് ചെയ്യും എന്നുള്ളതാണ്, നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ്. മുന്നിലൊരു സുന്ദരമായിട്ടുള്ള പുഷ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ അതിൽ നിന്നും എന്ത് തിരഞ്ഞെടുക്കും? നീ കാണുന്നു, നീ അറിയുന്നു, നീ അനുഭവിക്കുന്നു. പക്ഷെ ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പം അവിടെ ഒരു വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരൊന്നും നിങ്ങളെ ഫീൽ ചെയ്യാം കേട്ടോ, എന്നല്ല നിങ്ങളെ ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് മുന്നിൽ ഒരു അതിസുന്ദരമായിട്ടുള്ള പുഷ്പമുണ്ട്. ആ പുഷ്പത്തെ നോക്കിയിട്ട് നിങ്ങളെ മുന്നിലുണ്ട്, മുന്നിൽ കാണണം കേട്ടോ. എനിക്ക് മാജിക് അറിയില്ല, എവിടെ പൂ ഉണ്ടാക്കാമായിരുന്നു, അത് പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ മുന്നിലൊരു പുഷ്പമുണ്ട്. അപ്പം നിങ്ങളുടെ കൺമുന്നിലൊരു പുഷ്പമുണ്ട്. ആ പുഷ്പത്തെ അത് അതിസുന്ദരമാണ്, അതിനെ നിങ്ങൾ കാണുന്നു, അതിനെ നിങ്ങൾ അറിയുന്നു, അതിനെ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, ഞാൻ അനുഭവിക്കുന്നു. ഈ അനുഭവിക്കുന്ന ഞാൻ ആരാണെന്നൊരു ചോദ്യമുണ്ട്. ഈ കാണുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? നമ്മൾ ആ ആൾക്ക് ഞാൻ എന്ന് പേരിടുന്നു. ഈ ഞാൻ എന്ന് പറയുന്ന, അനുഭവിക്കുന്ന, കാണുന്ന, അറിയുക എന്ന തലം പ്രവർത്തിക്കുന്ന ഞാൻ എന്നതിനെ നമ്മൾ ആരെങ്കിലും ശരിക്കും കണ്ടിട്ടുണ്ടോ? എൻ്റെ കണ്ണ് ആ പൂവ് കണ്ടു, എൻ്റെ കണ്ണ് ആ പൂവ് കണ്ടു, കണ്ണുകൊണ്ട് ഞാൻ ആ പൂവ് കണ്ടു, കണ്ണാണ് കണ്ടത്. പക്ഷെ കണ്ണ് കാണിച്ചു തന്നതിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പം ഇതിൽ ആരാണ് ഈ ഞാൻ എന്നൊരു ചോദ്യമുണ്ട്. ആ ഞാൻ എന്താണ്? ആരാണ് ഈ കണ്ടെന്ന് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം ആ കേട്ട ആൾ ആരാ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഈ ശരീരമൊക്കെ വെച്ചിട്ട് പറയും ഞാനാണ്. അങ്ങനെയാണെങ്കിൽ കാത് കേട്ടു ആയിക്കോട്ടെ, കാത് കേട്ടപ്പം ബ്രെയിന് ആ സൗണ്ടിനെ നമുക്ക് വേണ്ടിയിട്ട് ഡീകോഡ് ചെയ്ത് തന്നു. എന്തൊക്കെയോ ശബ്ദം കാതെടുത്തു, ബ്രെയിനിലേക്ക് അത് ശബ്ദം, നമ്മുടെ കാതെടുത്ത ശബ്ദം വൈബ്രേഷൻസ് ആയിട്ട് ഇയർ ഡ്രമ്മിലൂടെ ഒക്കെ വൈബ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ നെർവ്സിലൂടെ ബ്രെയിനിലേക്ക് കൊടുത്തു. ബ്രെയിൻ എന്താണ് ആ ശബ്ദം എന്നുള്ളത് മെമ്മറി നിൽക്കുന്ന ഇടങ്ങളിൽ പോയിട്ട് ഡീകോഡ് ചെയ്ത് നമുക്ക് ചിന്തകളായിട്ട് ക്ലാരിറ്റി ആയിട്ട് ഇന്നതാണ് കേട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ കാത് എന്തോ ഒരു സാധനം എടുത്തു, ബ്രെയിനിന് വേറെ ഏതോ സിഗ്നലായിട്ടാണ് പോണത്. കാതിലേക്കൊരു സിഗ്നൽ വന്നു, അത് ബ്രെയിനിലേക്ക് വേറെ സിഗ്നലായി കൊടുത്തു. ഇത് തിരിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇന്നതാണെന്നുള്ള ആശയമാക്കി തിരിച്ചു തന്നു. ഇവിടെ മനസ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്, കാത് പ്രവർത്തിച്ചിട്ടുണ്ട്, ചിന്ത പ്രവർത്തിച്ചിട്ടുണ്ട്, മസ്തിഷ്കം പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, മസ്തിഷ്കമാണോ ഞാൻ? അല്ല. മനസ്സാണോ ഞാൻ? അല്ല. ചിന്തയാണോ ഞാൻ? അതുമല്ല. കാതാണോ ഞാൻ? അല്ല. എൻ്റെ ഉള്ളിലേക്ക് വന്ന ശബ്ദമാണോ ഞാൻ? ഇവരെല്ലാവരും കൂടിയപ്പം ഞാൻ എന്തോ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഞാൻ ഏതാണ്? ഞാൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അപ്പം ഞാൻ കാണുന്നു എന്ന് പറയുമ്പം ഇന്നേ വരെ കാണാൻ പറ്റാത്ത, എൻ്റെ കയ്യിലുള്ള എല്ലാം വെച്ച് കൂട്ടി യോജിപ്പിച്ച് നോക്കിയാലും ഒരിക്കലും ഇല്ലാത്ത, കാതുണ്ടെന്ന് നമുക്ക് പറയാം, കാണാൻ പറ്റുന്നുണ്ട്. കേൾവി ഉണ്ടെന്ന് പറയാം, കാരണം കേൾക്കുന്നുണ്ട്. കണ്ണുണ്ടെന്ന് പറയാം, കാണുന്നുണ്ട്. മസ്തിഷ്കമുണ്ടെന്ന് പറയാം, നമുക്ക് മസ്തിഷ്കത്തെ കാണാൻ വേണ്ടി പറ്റും, പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ മസ്തിഷ്കമുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ട് നമുക്കറിയാം, കാരണം ചിന്തകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം നമ്മൾ സത്യമായിട്ട് അറിയുന്നു. പക്ഷേ ഇത് കേട്ടു എന്ന് പറയുന്നത് ഞാൻ ആണെന്ന് പറയുമ്പം ഇതിന് മാത്രം നമുക്ക് എവിടെയും കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എവിടെയും വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ എവിടെ? ചാറ്റ് ബോക്സിൽ ആരോ ചോദിച്ചു, ഞാൻ കണ്ടു, അപ്പം ഞാൻ എന്തൊരു മിഥ്യയാണോ എന്ന്. ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണും കാതും ഒക്കെ മണ്ണായി പോവും. തീർന്നു പോകുന്ന, നശിച്ചു പോകുന്ന ഒന്നിനെ നമുക്ക് സത്യം എന്ന് പറയാൻ പറ്റില്ല. സത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണ്. ഹക്ക്, ഹുവ ഹക്കുൻ, സത്യം, എന്നും സത്യമായത്, അതായത് മാറ്റമില്ലാത്ത, നശിക്കാത്തതാണ് സത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്ക് എൻ്റെ സത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നതാണ് എൻ്റെ ഉണ്മ, ഞാൻ എന്നതാണ് എൻ്റെ സത്ത എന്ന് നമ്മൾ പറയുമെങ്കിൽ കൂടി സത്യമായ സത്തയെ മാത്രം കാണാൻ പറ്റുന്നില്ല.
അതല്ലാത്തതിനൊക്കെ നമുക്ക് അറിയാനും അനുഭവിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ കാണുന്ന കാഴ്ചയിലും കണ്ണിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും കാതിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന, ഇതിൻ്റെ തലത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ മാറിയിരിക്കുന്ന ഒരു എൻറ്റിറ്റി, ഒരു സ്പേസാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ കണ്ണിൻ്റെയും കാതിൻ്റെയും മനസ്സിൻ്റെയും ചിന്തകളുടെ സത്യത്തിൽ ജീവിക്കുന്നവർക്ക് ഞാൻ എന്നത് ഒരു മിഥ്യയാണ്. എന്നാൽ സത്യത്തിൽ, റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ, സത്യമെന്നതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കണ്ണിൻ്റെയും കാതിൻ്റെയും മനസ്സിൻ്റെയും ചിന്തകളുടെയും മസ്തിഷ്കത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മിഥ്യയുമാണ്. അതാര് തിരഞ്ഞെടുക്കുന്നു എന്നല്ല. അപ്പോൾ കണ്ണിൻ്റെ സത്യം, മസ്തിഷ്കത്തിൻ്റെ സത്യം, മനസ്സിൻ്റെ സത്യം, ചിന്തകളുടെ സത്യം, ചെവിയുടെ സത്യം, കേൾവിയുടെ സത്യം, ഇതിൽ മാത്രം പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി യുക്തി ശാസ്ത്രബോധത്തിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് പ്രൂഫ് വേണം. ഞാൻ എന്നതിനെ കാണിച്ചു കൊടുക്കാൻ പ്രൂഫില്ല. പക്ഷേ കണ്ണ് കാണിച്ചു കൊടുക്കാം, മസ്തിഷ്കം കാണിച്ചു കൊടുക്കാം, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, ചിന്തയുടെ ഇമ്പാക്റ്റുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇതൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. നശിച്ചു പോകുന്ന സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? നമ്മൾ അതിൻ്റെ പിറകെ തന്നെയായിരിക്കും. പക്ഷേ അത് മാറിക്കൊണ്ടേയിരിക്കും, അത് നശിച്ചുകൊണ്ടേയിരിക്കും എന്നല്ല. അപ്പോൾ നശിക്കേണ്ടതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് അവശേഷിക്കുക എന്ന് നമ്മൾ അറിയാം. അപ്പം ഞാൻ എന്നത് എന്താ എന്ന് അറിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? നശിക്കണം. നശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാതെയാവണം. ദാറ്റ് മീൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മണ്ണായി പോകണം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു പോകണം. നമ്മളല്ലാത്തതൊക്കെ, ഞാൻ അല്ലാത്തതൊക്കെ, ഇപ്പം ഞാൻ കാണുന്നതും അറിയുന്നതും ഞാൻ അല്ലാത്തതിനെയാണ്. എൻ്റെ കണ്ണ് ഞാനല്ല, എൻ്റെ മസ്തിഷ്കം ഞാനല്ല, എൻ്റെ മനസ്സല്ല ഞാൻ, എൻ്റെ ചിന്തയല്ല ഞാൻ. അപ്പോൾ ഞാനല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? പോകണം. ആ ജ്ഞാനത്തിലേക്കുള്ള അന്വേഷണ വഴിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഗൈഡഡ് കോൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളല്ലാത്ത എല്ലാത്തിൽ നിന്നും മാറിയിരുന്നു കൊണ്ട് ഞാനായതെന്താണോ, ഞാനായ ജ്ഞാനത്തിലേക്ക് ചേരാനുള്ള ഉൾവിളിയാണ്, അതിലേക്കുള്ള കോളാണ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ 2 ശ്വാസത്തിൻ്റെ ഇടയിലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 2 ശ്വാസത്തിൻ്റെ ഇടയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ പോസ് ഉണ്ട്. രാവിൻ്റെയും പകലിൻ്റെയും ഇടയിൽ എന്തുണ്ട് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഒന്നുകിൽ രാവ് അല്ലെങ്കിൽ പകൽ. പക്ഷെ രാവ് പകലിന് വഴി മാറി കൊടുക്കുമ്പം അവിടെ രാവ് തീരുന്നുണ്ട്, പകൽ തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു പോസ് ഉണ്ട്. ആ പോസ് നമുക്ക് ഇന്നേവരെ കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ 2 ശ്വാസത്തിൻ്റെ ഇടയിലൊരു പോസ് ഉണ്ട്. ആ പോസ് നമ്മൾ അത്ര പെട്ടെന്ന് അറിയൂല. നമ്മൾ ബോധപൂർവം ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ആ പോസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് എടുത്ത് വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു പോസ് ഉണ്ട്. അപ്പം ഈ രാവും പകലും വഴി മാറുന്നതിൻ്റെ ഇടയിലുണ്ടാകുന്ന പോയിന്റ്, ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ആ പോയിന്റ് ഓഫ് ഡൈവേർഷൻ, ആ പോയിന്റിൽ നിങ്ങൾക്ക് സത്യത്തെ ദർശിക്കാൻ പറ്റുന്ന ചില മിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോയിന്റിൽ, ആ രണ്ടിൻ്റെയും ശ്വാസം എടുക്കലിൻ്റെയും വിടലിൻ്റെയും ഇടയിൽ, ഉള്ളോട്ട് എടുക്കുന്നതിൻ്റെയും ഇൻഹെയിലിങ്ങിൻ്റെയും എക്സെയിലിങ്ങിൻ്റെയും ഇടയിൽ ഒരു പോസ് ഉണ്ട്. അപ്പോൾ ആ പോസിൽ ആക്ച്വലി ദ ട്രൂത്ത് യു ക്യാൻ വിറ്റ്നസ് എന്ന് പറഞ്ഞത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ 2 കടലുകൾ ചേരുന്ന ഇടത്ത് ജ്ഞാനത്തിൻ്റെ കേദാരമായിട്ടുള്ള സത്യത്തെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 2 കടലുകൾ ചേരാന്ന് പറഞ്ഞാൽ ചേരാത്ത 2 കടലുകൾ ചേരുന്ന ഇടം. ദാറ്റ് മീൻസ് രാവ് വേറെയാണ്, പകല് വേറെയാണ്. ശ്വസനം ഉള്ളോട്ടെടുക്കൽ, ഇൻഹെയിലിംഗ് വേറെയാണ്, എക്സെയിലിംഗ് വേറെയാണ്. ഉള്ളോട്ടെടുക്കുന്നത് ഒന്നാണ്, പുറത്തേക്ക് വിടുന്നത് മറ്റൊന്നാണ്. ഈ 2 സംവേദനങ്ങൾക്കിടയിൽ അത് സംഗമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ യുക്തിയും കലാത്മകതയും താളാത്മകതയും, നമ്മുടെ ബ്രെയിൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഇതിൻ്റെ നടുവിലൊരു വരയിട്ടതുപോലെ ഇത് സംഗമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ. ഇത് സംഗമിക്കുന്ന ഒരു പോയിന്റിൽ മനുഷ്യൻ്റെ യുക്തിയും അതുപോലെ തന്നെ അവൻ്റെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഇത് 2 കൂടിയും സംഗമിച്ച, 2 രണ്ടായി നിന്നിട്ടല്ല, ഇത് 2 കൂടി സംഗമിക്കുന്ന, ഇത് 2 കൂടി വേർതിരിക്കപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് വി ക്യാൻ എക്സ്പീരിയൻസ് ദ ട്രൂത്ത് എന്നാ പറയാറ്. ഈ ട്രൂത്ത് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, കാണുന്ന കാഴ്ചകളിലൊക്കെ കാണേണ്ടത് കാണാൻ പറ്റുന്ന അവസ്ഥ എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ ഒരു ഫ്ലിപ്പ് പോലെ, ഒരു സ്പാർക്ക് സംഭവിക്കുന്നത് പോലെ, ഈ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഇൻറ്റ്യൂഷൻ വീണ് കിട്ടുന്നത് പോലെ, അവർ പോലും ചിന്തിക്കാണ്ട് പെട്ടെന്ന് എന്തോന്ന് ഉരസുന്ന സമയത്ത് ഒരു സ്പാർക്ക് വരും. ഈ 2 തലങ്ങൾ, ആ സത്യം ഇങ്ങനെ സ്ഫുരിക്കുന്ന, സത്യം ഇങ്ങനെ
പ്രകാശിക്കുന്ന സത്യം ഇങ്ങനെ സ്പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളി കത്തുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്തോന്ന് ഉരസുന്ന സമയത്ത് ആ ഒരു ഉരസൽ സംഭവിക്കുമ്പം, ആ ഒരു സ്ക്രബ് സംഭവിക്കുമ്പം, ആ ഒരു മീറ്റിംഗ് സംഭവിക്കുമ്പം ദർ കംസ് ദ ക്ലാരിറ്റി, യു മീറ്റ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒന്നെങ്കിൽ ചില ആൾക്കാർ ഭാവിയെ പറ്റിയിട്ടുള്ള കുറേ പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരു ഇമാജിനറി വേൾഡിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭാവി സങ്കല്പങ്ങൾ. പക്ഷേ നമ്മൾ എത്ര തന്നെ ഭാവി സങ്കല്പങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നാലും അതുകൂടി ഉണ്ടാകുമ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. പ്രതീക്ഷകൾ വേണം, ഹോപ്പ് വേണം, ഇതൊക്കെ നമുക്ക് വേണം. ആ ഒരു ഇമാജിനറി ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനിലും ഹോപ്പിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും ഇന്നലെ കഴിഞ്ഞതും മെനിയാന്നും കഴിഞ്ഞതൊക്കെ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലെ പ്രതീക്ഷകളായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷിച്ച സംഭവങ്ങളൊക്കെ ആ നിമിഷം കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമുക്ക് വീണ്ടും അടുത്തതിലേക്ക് പ്രതീക്ഷിക്കണം. ദാറ്റ് മീൻസ് മറ്റന്നാൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് അത് മറ്റന്നാൾ അത് അനുഭവിക്കുന്നതോടുകൂടി അത് തീർന്നു, അത് നശിച്ചു. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകണം. ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ പ്രതീക്ഷകൾ വെക്കുന്നു, നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു, അത് കഴിയുന്നു, പിന്നെ അടുത്തത് വെക്കുന്നു, കഴിയുന്നു, തീർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയത് വെക്കണം, പുതിയത് വെക്കണം, പുതിയത് വെക്കണം, ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ട്രൂത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ അൾട്ടിമേറ്റ് ട്രൂത്തിൽ നിൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര തന്നെ നശിച്ചു പോകുന്ന, തീർന്നു പോകുന്ന പ്രതീക്ഷകൾ നമ്മൾ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അതൊക്കെ തീർന്നു കഴിഞ്ഞാലും അതൊന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതൊക്കെ നമുക്ക് കിട്ടി, കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നാലും അത് രണ്ടും നമ്മളെ ബാധിക്കാതെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാൻ ആൽക്കെമിസ്റ്റിലെ എണ്ണയുടെ കഥ പറഞ്ഞതുപോലെ എന്തോ ഒരു പോയിന്റ് ഓഫ് ട്രൂത്ത് ഉണ്ടായിരിക്കും. അപ്പം അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ എനിക്ക് ആ ട്രൂത്തിനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയോ എന്നുള്ളതല്ല, ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം എന്നെ സന്തോഷിപ്പിച്ചോ എന്നുള്ളതല്ല, ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം എൻ്റെ കയ്യിൽ പോയോ എന്നുള്ളതല്ല. ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് ഒരു ട്രൂത്ത് ഉണ്ട്. ആ ട്രൂത്തിനെ എനിക്ക് മിനുക്കിയെടുക്കാൻ വേണ്ടി പറ്റുമോ, ആ ട്രൂത്തിനെ ഒന്നും കൂടി ആളി കത്തിക്കാൻ വേണ്ടി പറ്റുമോ, ലക്ഷ്യ സഫലീകരണത്തിലൂടെ ആ ട്രൂത്തിൻ്റെ സ്പാർക്ക് കൂടിയോ, ആ കാഴ്ചക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയോ, ലക്ഷ്യം സഫലീകരിക്കാതെ കയ്യിൽ നിന്നും തെന്നിപ്പോയി നഷ്ടപ്പെട്ട് പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രഹരം കൊണ്ട്, ഒരു പോളിഷിംഗ് കൊണ്ട്, ഒരു ഉരസൽ കൊണ്ട്, ഒരു സ്ക്രാച്ച് കൊണ്ട് ഒന്നുകൂടി നിങ്ങളുടെ ആ ട്രൂത്തിനെ പറ്റിയുള്ള ക്ലാരിറ്റി കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പോഴാണ് നമ്മൾ ഈ മോട്ടിവേഷണൽ കോഴ്സിലൊക്കെ പറഞ്ഞ പോലെ ദർ ഈസ് നോ ഫെയിലിയർ ഓൺലി എക്സ്പീരിയൻസ് എന്ന് പറയാൻ സുഖമാണ്. പക്ഷേ ആ പോയിന്റിൽ നിൽക്കണമെങ്കിൽ ഫെയിലിയറിൻ്റെയും സക്സസിൻ്റെയും ഗോളിലാകരുത് നമ്മുടെ യാത്ര. ഫെയിലിയറിൻ്റെയും സക്സസിൻ്റെയും ഇടയിലൊരു പോയിന്റ് ഉണ്ട്. അതാണ് റൂമി പറഞ്ഞത്, റോങ് ഡൂയിങ്സിൻ്റെയും റൈറ്റ് ഡൂയിങ്സിൻ്റെയും ഇടയിലൊരു പോയിന്റ് ഉണ്ട്, അവിടെ കാണാം. അല്ലെങ്കിൽ റൈറ്റ് ഡൂയിങ്ങിൻ്റെയും റോങ് ഡൂയിങ്ങിൻ്റെയും അപ്പുറത്തൊരു കേന്ദ്രമുണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ബിക്കോസ് ഐ ലിവ് ദർ, ഞാൻ അവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി തെറ്റുകൾക്ക് അതീതമായൊരു ഇടമുണ്ട്, ആ ഇടത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ തെറ്റ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ശരി. ഇതിന് രണ്ടിനും അതീതമായൊരു ഇടം എന്ന് പറഞ്ഞാൽ എലവേറ്റഡ് ആയിരിക്കണം. ഇത് രണ്ടും ബാധിക്കാത്ത ഇടമായിരിക്കണം. ഇത് രണ്ടും ബാധിക്കാത്ത ഇടം എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൽ ഒരു തെറ്റല്ല, അതൊരു ശരിയാണ് എന്നുള്ളതാണ്. ഇവിടെ അനുവദിക്കപ്പെടാത്ത പലതും സ്വർഗത്തിൽ അനുവദനീയമാണ് എന്ന് പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ശരി തെറ്റുകൾ ബാധിക്കുന്ന, ഈ ശരി തെറ്റുകൾ എന്നതിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ മാത്രമാണ് ഇത് ബാധകമാക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതോട് കൂടിയിട്ട് ശരി തെറ്റുകൾ എന്തുകൊണ്ട് ബാധകമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലാത്ത കണ്ണും ഞാനല്ലാത്ത കാതും ഞാനല്ലാത്ത മസ്തിഷ്കവും ഞാനല്ലാത്ത ശരീരവും ഞാനല്ലാത്ത മറ്റു മനുഷ്യരും ഞാനല്ലാത്ത ഭൂമിയും ഞാനല്ലാത്ത മണ്ണും ഞാനല്ലാത്ത കാറ്റും ഞാനല്ലാത്ത ഭക്ഷണവും ഇതുമെല്ലാം മാറ്റി ഞാൻ അല്ലാത്തതും മാറ്റി ഞാനിങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കുമ്പം ഞാൻ എന്നതിനെ എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ഞാനല്ലാത്ത കണ്ണിൻ്റെ കാഴ്ചകളുടെ ആനന്ദത്തിലേക്കും ഞാനല്ലാത്ത എന്നെ ഞാനാക്കി മാറ്റാത്ത കാതിൻ്റെ കേൾവിയുടെ ആസ്വാദനത്തിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ വഴുതിപ്പൊഴുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അവിടെ നിഷിദ്ധങ്ങൾ ഉണ്ടാകുന്നതുള്ള. അതിൽ നിന്ന് വഴുതി പോകാതെ ഞാൻ എന്ന ജ്ഞാനത്തിലേക്ക് തന്നെ ഞാൻ ഇവിടുന്ന് അടുത്ത് പരിശീലിച്ചു കൊണ്ടേയിരിക്കുക. ഈ പരിശീലനം പൂർത്തിയാക്കിയിട്ട് ഇതൊന്നും ബാധിക്കാതെ കാഴ്ചയും കേൾവിയും ഒന്നും ബാധകമല്ലാത്ത ഈ റൈറ്റ് ഡൂയിങ്ങും റോങ് ഡൂയിങ്ങും എന്നൊരു സിസ്റ്റമേ ഇല്ലാത്ത ഒരു എലവേറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ സ്വർഗത്തിലെത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ സ്വർഗം കണ്ടെത്തുന്നു. സാന്റിയാഗോന് കഥ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കഥയിലുണ്ടായിരുന്നല്ലോ ഈ കൊട്ടാരം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ എണ്ണ കാത്തു സൂക്ഷിക്കുന്ന ആ രഹസ്യം. ആ രഹസ്യത്തിലേക്ക് എത്തുമ്പം അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം, ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ലക്ഷ്യം എന്ന് പറയുന്നത് വിജയമോ പരാജയമോ വിജയ പരാജയങ്ങൾക്കപ്പുറത്തേക്ക് മാർഗത്തിൽ
നമ്മുടെ ലക്ഷ്യമായി സ്വീകരിക്കേണ്ടത് വിജയമാകട്ടെ പരാജയമാകട്ടെ ഈ യാത്രയിൽ ഈ പറയുന്ന ട്രൂത്തിൻ്റെ സ്പാർക്ക്, ആ ഫ്ലെയിം അത് ഫാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ഫാൻ ചെയ്യാൻ ഒരു പക്ഷേ ഞാനിതിന് മുന്നേ പറഞ്ഞ പോലെ ചിലർ ഊതിക്കിടത്താൻ വേണ്ടി വരും. ചിലരത് ഊതിക്കെടുത്താൻ ശ്രമിക്കും. ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആളിക്കത്തുകയാണ് ഉണ്ടായതെങ്കിൽ നമ്മളൊന്ന് ഭയപ്പെട്ടു, ഞാൻ കെട്ടുപോകുമോ എന്ന്. പക്ഷേ ആ ഊതൽ കൊണ്ട് നമ്മൾ ആളിക്കത്തുകയാണ് സംഭവിച്ചതെങ്കിൽ അവിടെ ആ പരാജയ ഭീതിയും നമ്മുടെ സ്പാർക്ക് എലവേറ്റ് ചെയ്യാനാണ് സഹായിച്ചിട്ടുള്ളത്. നേരെ തിരിച്ചിട്ട് കുറച്ച് ആളുകൾ വരുന്നു, അവർ ഊതിക്കെടുത്താനല്ല നോക്കിയത്, അവർ ഊതി വീർപ്പിക്കാനാണ്. ദാറ്റ് മീൻസ് അതിനെ തീ കാഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഫാൻ ചെയ്ത് വീശി അതിനെ ആളി കത്തിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള യാത്രയിലും എനിക്ക് ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നോ പരാജയ ഭീതി ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാതെ ഇത് രണ്ടും എന്നിലെ തീയെ ആളിക്കത്തിച്ചോ, എന്നിലെ ട്രൂത്തിനെ ആളിക്കത്തിച്ചോ, എന്നിലെ ട്രൂത്തിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുന്ന വിശ്വാസത്തെ. എന്തിനാണ് ഈമാൻ, എന്തിനാണ് ഫെയ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തെ അറിയാനുള്ള, സത്യത്തെ മുറുകെ പിടിക്കാനുള്ള ഫ്യൂല് മാത്രമാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ. ഫെയ്ത്ത് ഇപ്പം ആർ യു എ ബിലീവർ എന്ന് ചോദിച്ചാൽ മെനി പീപ്പിൾ വിൽ സേ യെസ് ഐ ആം എ ബിലീവർ. ഹൗ മച്ച് യു ആർ ഫെയ്ത്ത്ഫുൾ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എന്ന ബിലീവറുടെ ലേബലിന് എത്രത്തോളം ഫെയ്ത്ത് എന്ന ഫ്യൂല് കയ്യിലുണ്ട്. അപ്പോൾ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ സെർച്ച് ഓഫ് ഇംപ്രൂവിങ് ദെയർ ഫെയ്ത്ത് കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആസ് മച്ച് യു എലവേറ്റ് യുവർ ഫെയ്ത്ത്, എത്രത്തോളം ഫെയ്ത്തിനെ എലവേറ്റ് ചെയ്യുന്നു അത്രത്തോളം ഫ്ലെയിമിനെ, ട്രൂത്തിനെ, ഹക്കിനെ നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ കാണാനും ക്ലാരിറ്റിയിൽ ഹോൾഡ് ചെയ്യാനും വേണ്ടി പറ്റുന്നതാണ്. സോ വൈ ഫെയ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയ്ത്ത് ഈസ് എ പ്രാക്ടീസ് വെയർ യു ബിൽഡ് യുവർ മസിൽസ് ടു ഹോൾഡ്. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണോ സത്യത്തെ അറിയേണ്ടത്, എത്ര വിശാലതയിലാണോ സത്യത്തെ അറിയേണ്ടത്, ആ സത്യത്തെ ഹോൾഡ് ചെയ്യാനും സത്യത്തെ അനുഭവിക്കാനും സത്യത്തെ കാണാനും സത്യത്തിൻ്റെ എക്സ്റ്റസിയിലെത്താനും ഒക്കെ നിങ്ങൾക്ക് വേണ്ട ഫ്യൂവലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്ട്രെങ്ത് ബിൽഡിംഗ് പ്രാക്ടീസാണ് നിങ്ങളുടെ ഫെയ്ത്തിനെ എലവേറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഗൈഡഡ് ടോക്ക് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗൈഡഡ് കോൾ നിങ്ങൾക്ക് വരുമ്പം ആ കോളിനെ റിസീവ് ചെയ്യാനും ആ കോളിന് റെസ്പോണ്ട് ചെയ്യാനും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, കാതിനെയും കണ്ണിനെയും ഇതിനെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സം പീപ്പിൾ വിൽ സേ ഇത് തന്നെയല്ലേ അന്നത്തെ ഗൈഡ് ടോക്ക് പറഞ്ഞത്, ഇത് തന്നെയല്ലേ ഇന്നത്തെ ഗൈഡ് ടോക്ക് പറഞ്ഞത്, നിങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ മെനിയാന്നും ചെയ്ത്, ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച ചെയ്ത് ചോദിച്ചിട്ട് കാര്യമില്ല. യു വിൽ ഹാവ് ടു റിപ്പീറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആവർത്തന വിരസത ഉള്ളവരൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 5 നേരത്തെ പ്രെയർ എന്ന് പറഞ്ഞ പ്രാക്ടീസ് ആവർത്തന വിരസത ഉണ്ടാവട്ടെ, നല്ല മടിയാവില്ല നമുക്ക്. ദെൻ വൈ ദിസ്? എന്തിനാണ്? നിങ്ങളുടെ വർഷം കഴിയുന്തോറും, നിങ്ങളുടെ ആയുസ് കൂടുന്തോറും, നിങ്ങളുടെ ആയുസ്സുകൾ ഇങ്ങനെ ചുരുങ്ങുന്നതിനനുസരിച്ചിട്ട്, പ്രായം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. പ്രകാശം മങ്ങിപ്പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം സത്യത്തെ എത്രത്തോളം വ്യക്തമായി കാണുന്നു അത്രത്തോളം, നിങ്ങൾ സത്യത്തെ എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണുന്നു അത്രത്തോളം ക്ലാരിറ്റിയിൽ സത്യപ്രകാശം നിങ്ങളിലുണ്ടാകും. അപ്പം നിങ്ങളിലേക്ക് അടുക്കുന്ന ആളുകൾക്ക്, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സംസാരത്തിൽ സത്യത്തിൻ്റെ അംശം, സത്യത്തിൻ്റെ സത്ത നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഹൗ ട്രൂത്ത് ആൻഡ് ഫെയ്ത്ത് കണക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൗ ഇറ്റ് കണക്ട്സ്. സോ ട്രൂത്ത് എന്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ ഒരു ട്രൂത്തിനെ പറ്റിയേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നശിക്കാത്ത ട്രൂത്ത്. നശിക്കാത്ത ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ട്രൂത്താണ്. ഐ ആം ദ ട്രൂത്ത്. ഞാനാണ് സത്യം എന്ന് പറയുമ്പോൾ ഐ ആം ദ ട്രൂത്ത്. നശിക്കാത്ത ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്, ബാക്കിയൊക്കെ എന്താണ്? നശിക്കുന്നതാണ്. എന്തിനാണ് ഐ ആം ദ ട്രൂത്ത് എന്ന പോയിന്റിൽ നമ്മൾ എത്തുന്നത്? ഐ ആം ദ ട്രൂത്ത് എന്ന പോയിന്റിൽ എത്തുന്നത് ദ ഡിവൈൻ ട്രൂത്ത് എന്താണോ അത് കണ്ടെത്തണമെങ്കിൽ നീ അല്ലാത്തതൊക്കെ മാറ്റി വെച്ചിട്ട്, നീ അല്ലാത്തതൊക്കെ മാറി നിന്നിട്ട് നീ ആകുന്നതെന്തോ, നീ ആയതെന്തോ അതായിട്ടിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ നമ്മുടെ കൺമുന്നിൽ നശിച്ചു പോകുന്നതെന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ നശിച്ച് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയതൊക്കെ നശിക്കപ്പെടുന്നതാണ്. ഉണ്ടായിട്ടുണ്ടോ? നാശമുണ്ട്. നശിക്കാത്തതായിട്ടൊന്നുണ്ട്. ഉണ്ടായിട്ടുണ്ടോ? എവ്രിതിങ് ക്രിയേറ്റഡ് വിൽ ഡിമിനിഷ് ആൻഡ് ഡിസ്ട്രാക്ട്. ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടും.
അപ്പോൾ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഇല്ലാണ്ടാകുന്ന സമയത്താണ് ഉണ്ടാക്കിയവനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റാം. ഉണ്ടാക്കിയവൻ്റെ സൃഷ്ടികൾ ഉണ്ടാകുമ്പം നമ്മളും സൃഷ്ടിയായതുകൊണ്ട് ഉണ്ടാക്കി വെച്ചത് മാത്രമേ നമുക്ക് ചുറ്റിലിങ്ങനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ഉണ്ടാക്കി വെച്ചതിനപ്പുറത്തേക്ക് ഉണ്ടാക്കിയവൻ എന്നതിനെ കാണാൻ പറ്റുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പൂവ് കണ്ടിരിക്കുന്നു, ഞാൻ പൂവിനെ കാണുന്നു, ഞാൻ പൂവിനെ കാണുന്നു എന്ന് പറയുമ്പം പൂവിനെ കണ്ടത് ആരാണ് എൻ്റെ അകത്ത്, പൂവിലെ ഭംഗിയെ ആസ്വദിച്ചത് ആരാണ് എൻ്റെ അകത്ത്, എൻ്റെ മനസ്സാണോ ആസ്വദിച്ചത്? എൻ്റെ മനസ്സ് അവിടെ ചെറിയ കെമിക്കൽ റിയാക്ഷനൊക്കെ നടത്തിയിട്ട് ഒരു അനുഭൂതി ഉണ്ടാക്കി തന്നു. അത് ആസ്വദിച്ചത് ആരാന്നൊരു ചോദ്യമുണ്ട്. അപ്പം ആസ്വദിച്ചത് ആര് എന്ന ചോദ്യത്തിൽ നിന്നാണ് സയൻസ് അവസാനിച്ച് സ്പിരിച്വാലിറ്റി തുടങ്ങുന്നത്. സയൻസിന് എന്തുവരെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ആ അനുഭൂതി ഉണ്ടായത് നിങ്ങളുടെ ബ്രെയിന് ഇതെടുത്ത സമയത്ത് ഇത്തരം കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഈ ഒരു ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണത്. എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ എക്സ്പീരിയൻസ് ആര് അനുഭവിച്ചു എന്നൊരു ചോദ്യമുണ്ട്. ബ്രെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നു. ബ്രെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നപ്പം ആ എക്സ്പീരിയൻസിനെ ആരാണ് ആസ്വദിച്ചത്? ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ ഹൂ എക്സ്പീരിയൻസ്ഡ് ഇൻ മീ? എൻ്റെ അകത്തിരുന്നത് എക്സ്പീരിയൻസ് ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യണത്, ഈ ട്രൂത്തിൽ നിന്നും നെക്സ്റ്റ് ട്രൂത്തിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണത്. സോ ദ പോയിന്റ് വെയർ സയൻസ് എൻഡ്സ് ദ സ്പിരിച്വാലിറ്റി ബിഗിൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്ത മാസം നമ്മളുടെ ആൽകെമിസ്ട്രി എന്ന് പറയുന്ന ഇവൻ്റ് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇവൻറ്റിൽ അനൗൺസ് ചെയ്തൊരു മിനി പ്രോഗ്രാമാണ്, ഒരു 1 ഡേ. അപ്പം ഓഗസ്റ്റ് ലാസ്റ്റ് സൺഡേയിലാണ് വരുന്നത്. ഞാൻ ഇന്നലെ റൂമീനായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. അപ്പോൾ ഈ ആൽകെമിസ്ട്രിയിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് സിംപ്ലി ഹൗ ദ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ബ്ലെൻഡ്സ്. എങ്ങനെയാണ് സയൻസും സ്പിരിച്വാലിറ്റിയും ബ്ലെൻഡ് ചെയ്യണത്? ആൽകെമിസ്റ്റ് വിസ്ഡവും ആൽകെമിസ്ട്രിയിലെ മിസ്റ്റിക്കൽ വിസ്ഡവും അതിൻ്റെ അകത്തുള്ള മിസ്റ്ററീസും ഇത് രണ്ടും കൂടിയും ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിയാലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്ലെൻഡിങ് റിയാലിറ്റി, നൈറ്റ് ആൻഡ് മോർണിംഗ്, ഡോൺ ആൻഡ് ഡസ്ക് ബ്ലെൻഡിങ് റിയാലിറ്റി, ഇൻഹെയിലിംഗ് ആൻഡ് എക്സെയിലിംഗ് ബ്ലെൻഡിങ് റിയാലിറ്റി. ഈ ബ്ലെൻഡിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു പോസ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലുള്ള ആ പോസിൽ നിന്നും കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് സീക്രട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2 ഡയമെൻഷൻസ് ഓഫ് ബ്രെയിനും അതിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല. ഇപ്പോൾ നമ്മളെ പ്രോഗ്രാംസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഏരിയൻ ടോക്സിൻ്റെ പ്രോഗ്രാംസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാട്ട് എവർ സയൻസ് ഫാക്ട്സ്, വാട്ട് എവർ ട്രാൻസ്മേഷണൽ വിസ്ഡംസ് വി ഷെയർസ് അറ്റ് ദ സെയിം ടൈം അത് ഇൻകംപ്ലീറ്റ് ആകാതിരിക്കാൻ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന റൈറ്റ് ഡയമെൻഷണൽ പാർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്പിരിച്വൽ, മിസ്റ്റിക്കൽ, മെറ്റാഫിസിക്കൽ കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് ഞാൻ പോകാറില്ല. അത് നിങ്ങളുടെ ബോധമാകുന്ന യുക്തിയാകുന്ന ബോധം സ്വീകരിച്ചെടുത്ത് യുക്തിക്ക് അതീതമായ ബോധം കൺഫ്യൂഷൻ ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിനെ കൂടി ക്ലാരിറ്റി കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ യുക്തിയും യുക്തിക്ക് അതീതമായ ബോധവും ഇത് രണ്ടും കൂടി ചേരുള്ളൂ, ഇത് രണ്ടും കണക്ട് ചെയ്യുള്ളൂ. അത് രണ്ടും ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ട്രൂത്തിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വൈ മെജോറിറ്റി ഓഫ് ദ വിസ്ഡംസ് ആർ നോട്ട് വർക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വിസ്ഡം നിങ്ങളുടെ യുക്തിക്ക് ഗുണകരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഫെയ്ത്തിന് അത് ഗുണകരമായിട്ടുണ്ടായിരിക്കില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫെയ്ത്തിന് ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ യുക്തിക്ക് പറ്റൂല. എക്സാമ്പിൾ, യു ആർ വെരി ഫെയ്ത്ത്ഫുൾ, you are a believer and you believe in the miraculous power of prayer. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയുടെ അത്ഭുതകരമായിട്ടുള്ള ശക്തിയെപ്പറ്റി നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ അത് വിശ്വാസത്തിൻ്റെ തലമാണ്. പക്ഷേ വേറൊരു ഭാഗത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് ഇപ്പുറത്ത് വന്നിട്ട് നിങ്ങളുടെ യുക്തിയുടെ തലത്തിന് ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ വല്ലതും നടക്കുമോ, ഇത് കുറേ ആയല്ലോ, ഇതുകൊണ്ടൊന്നും നടക്കുന്നില്ലല്ലോ, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഉണ്ടാവുമെന്നൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം വലിയ ദൈവവിശ്വാസിയാണെങ്കിൽ പോലും അത് അവൻ്റെ വിശ്വാസബോധത്തിൽ കിടക്കുന്ന യുക്തിക്ക് അതീതമായ ബോധത്തിലാണ് അത് വന്നിരിക്കുന്നത്. ആ ബോധത്തിൽ ഇരിക്കുന്ന സമയത്ത് അവൻ വലിയ വിശ്വാസിയാണ്. എങ്കിൽ കൂടി ഏതെങ്കിലുമൊക്കെ ഒരു സെക്കൻഡിൽ എപ്പോഴെങ്കിലൊക്കെ ഉള്ളിലൂടെ അങ്ങനെ കടന്നു പോകുന്നൊരു ചോദ്യമുണ്ട്, ശരിക്കും ദൈവമൊക്കെ ഉണ്ടോ, ശരിക്കും പഠിച്ചവനൊക്കെ ഉണ്ടോ? അങ്ങനെ വരുമ്പോഴേക്ക് അങ്ങനെ ചിന്തിക്കൽ ഒരു അബദ്ധമാണ്, തെറ്റാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ആ ചിന്തയെ തള്ളിക്കളയും. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച, ഈ ചോദ്യം ഉണ്ടാക്കി വെച്ചവൻ, ഈ പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചവൻ നമ്മളെ യുക്തിവാദിയാക്കിക്കൊണ്ടേയിരിക്കുക. നീ നിൻ്റെ യുക്തി കൊണ്ട് എന്നെ ചിന്തിക്കുക. അങ്ങനെയാണ്, അല്ലാണ്ട് നമ്മളെ വിശ്വാസിയാക്കാനല്ല, നമ്മളെ നല്ല യുക്തിബോധമുള്ള വിശ്വാസിയാക്കാനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവൻ ഉണ്ടാക്കി വെച്ച ഈ പ്രപഞ്ചം വലിയൊരു ആർട്ടാണ്, നല്ലൊരു കലയാണ്. പക്ഷേ ഈ കലക്കകത്ത് മൊത്തം ശാസ്ത്രത്തിന് കണ്ടെത്താനുള്ള ചോദ്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കാതിരിക്കരുത്, വെറും നമ്മൾ ആവശ്യങ്ങൾ മാത്രം ചോദിക്കുന്നവരാകരുത്. അറിയാനുള്ള ത്വരയോട് കൂടിയിട്ട് ചോദ്യം ചെയ്യുക വേണം. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചവൻ നമ്മളോട് പറഞ്ഞത് ചിന്തിക്കാന്ന് പറയുമ്പം ചോദിക്കാന്ന് കൂടിയാണ്. നീ ചിന്തിക്കുക,
നീ ദൈവം ഉണ്ടോ എന്ന് തന്നെ ചിന്തിക്കുക, ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് തന്നെ ചിന്തിക്കുക. പക്ഷേ ചിന്തിച്ച് നീ ഒരു പോയിന്റിലെത്തും. ഏതാണ് ആ പോയിന്റ്? ഫബി ഐ അലായി റബ്ബിക്കുമ തുകദീബാൻ, വിച്ച് ഓഫ് ദ ഫേവർ ഓഫ് യുവർ ലോഡ് വിൽ യു ഡിനൈ? നീ ഇത് നോക്ക്, നീ ചിന്തിക്കുക, ഇവിടെ ഒരാളുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, നീ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നീ യുക്തി കൊണ്ട് തന്നെ ബോധ്യപ്പെടണം. കാരണം യുക്തി രാക്ഷസന്മാർക്കിടയിലേക്ക് കൂടിയാണ് ദൈവത്തിൻ്റെ വേദം വന്നിട്ടുള്ളത്. സാഹിത്യ സാമ്രാട്ടുകൾ ഇരിക്കെ തന്നെ അതിൻ്റെ അകത്ത് യുക്തി രാജാക്കന്മാർക്കിടയിലേക്ക് കൂടിയാണ് വേദം ഇറക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് യുക്തിയും സാഹിത്യവും കലയും ഒരുമിപ്പിക്കുന്ന പോയിന്റിൽ നിന്നുമാണ് നമുക്ക് ആ ട്രൂത്ത് കണ്ടെത്താൻ വേണ്ടി പറ്റാന്നല്ല. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ യുക്തിക്ക് കണക്റ്റായിട്ട് വരും, പക്ഷേ അവൻ്റെ യുക്തിക്ക് അതീതമായ ബോധത്തിന് ചിലത് കറക്റ്റല്ല. മറ്റ് ചില ആൾക്കാർക്ക് അവരുടെ യുക്തിക്ക് അതീതമായ ബോധത്തിന് ഓക്കെയാണ്, പക്ഷേ യുക്തിക്ക് റെഡി ആയിട്ട് കിട്ടുന്നില്ല. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഓക്കെയാണ്, ഇപ്പുറത്ത് പോയിട്ട് കണക്റ്റ് ആവുന്നില്ല. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം അവർ ഈ ചില സമയത്ത് സ്കൂളിലൊക്കെ ചില ടീച്ചേഴ്സൊക്കെ ആയിരിക്കും ചില കോൺസെപ്റ്റ് പഠിക്കുമ്പം ആസ് പെർ ദ സയൻസ് ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ ആസ് പെർ ദ ബിലീഫ് അങ്ങനെയല്ല, അവർ രണ്ടാക്കി തന്നെ വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ജീവിക്കാനൊക്കെ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും എങ്ങനെ കണക്റ്റഡ് ആവുന്നു പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഈ യൂണിവേഴ്സിന് അപ്പുറത്താണ് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ക്രിയേറ്റർ. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിന് മാത്രം ബാധകമാകുന്നതാണ്. യൂണിവേഴ്സ് ഉണ്ടായത് മുതലേ സയൻസ് ഉണ്ടാകുന്നുള്ളൂ, അതിന് മുന്നേ സയൻസ് ഇല്ല. അപ്പോൾ അതിന് മുന്നേ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ ആർട്ട് മാത്രമേ ഉള്ളൂ, ഓൺലി ആർട്ട്. ആർട്ട് എന്നുള്ളതല്ല, ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്, ഡിസൈനർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഡിസൈനറുടെ സയൻസ് വേറെയാണ്, ഡിസൈനിൻ്റെ സയൻസ് വേറെയാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്തതിന് നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ ചിന്തിക്കണത്. ഇതിനെപ്പറ്റി നമ്മൾ ഏതായാലും ഇന്നലെ വിശദമായിട്ട് റൂമി നൈറ്റിൽ സംസാരിച്ചു. ഇന്നലെ റൂമി നൈറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് അടുത്ത മാസം റൂമി നൈറ്റ് ഉണ്ട്. എല്ലാ മാസങ്ങളിലും റൂമി നൈറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ എന്തായാലും വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ പ്രാർത്ഥനയുടെ വിഷയമാകട്ടെ, വിശ്വാസത്തിൻ്റെ വിഷയമാകട്ടെ, നമ്മൾ യുക്തിക്ക് അതീതമായ ബോധത്തിലിരുന്നു കൊണ്ട് ഓക്കെയാണ്, യുക്തിയിലേക്ക് വരുമ്പോൾ ഓക്കെയല്ല. പക്ഷേ യുക്തി കൊണ്ട് തന്നെ സ്ഥിരപ്പെടുത്താവുന്നതേ ഉള്ളൂ അത്. അതുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുക. അവർ ചിന്തിക്കുന്നില്ലേ എന്ന് പറയുമ്പം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എന്ത് ചിന്തിക്കാത്തത്? അവർ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിൻ്റെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ലേ? ഒന്ന് നോക്ക്, ചോദ്യം ചെയ്ത് നോക്ക്, ഇതെങ്കിലൊക്കെ ഒന്ന് ഇതിൻ്റെ പിറകിലേക്ക് അന്വേഷിച്ച് നോക്ക്. ചോദിക്കുന്നീ അങ്ങനെ ചോദിച്ച് തന്നെ നിൻ്റെ യുക്തി ഒരു പോയിന്റിൽ അവസാനിക്കും. അപ്പം നിനക്ക് എന്ത് മനസ്സിലാവുന്ന അറിയോ? എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നീ ആയുധം വെച്ച് കീഴടങ്ങും. അപ്പം നിനക്ക് മനസ്സിലാകും എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാകുന്ന കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അത് എൻ്റെ കഴിവിനും എൻ്റെ ബോധ്യത്തിനും എൻ്റെ ബോധത്തിനും എൻ്റെ കാഴ്ചകൾക്കും എൻ്റെ സെൻസുകൾക്കൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ അതീതമാണത് എന്ന് മനസ്സിലാക്കുമ്പം എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഞാൻ എന്താക്കി വെക്കുന്നു? ഇവിടെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം അവൻ സദാ സമർപ്പണത്തിലായി, അവൻ സദാസമയം സുജൂദിലായി എന്നുള്ള. എന്താണ് ആ സുജൂദ്? സറണ്ടറൻസ്. ദാറ്റ് മീൻസ് ഈ പ്രകൃതി മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും എല്ലാം എൻ്റെ ഈ കാണുന്ന കാഴ്ചകൾക്ക് അതീതമായിട്ട് ഒരു തലം അതിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പരിപൂർണമായിട്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സമർപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ ഇതേപോലെ ചില ആളുകൾക്ക് യുക്തിക്ക് അതീതമായ ബോധം യുക്തിക്ക് കണക്റ്റഡ് ആവുന്നില്ല. ചിലർക്ക് ഭയങ്കര യുക്തിക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്, യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ പലപ്പോഴും സയൻസും പറഞ്ഞുകൊണ്ടിരിക്കും, വിവരണങ്ങളും ഒരുപാടുണ്ടായിരിക്കും, ചില സമയത്ത് തന്നെയിട്ട് വർണ്ണനകളും ഉണ്ടായിരിക്കും. ഞാൻ ചിലപ്പോൾ വർണ്ണനാഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ കിളി പോയി എന്ന് പറയും. ചില സമയത്ത് ഞാൻ ഈ വിവരണ ശൈലിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്തൊക്കെ ഇങ്ങനെ ഒരു രസമൊന്നും ഉണ്ടായിരുന്നില്ല, കാര്യം അതെനിക്ക് കിട്ടിയില്ല, അത് ഭയങ്കര ഡ്രൈ ടോപ്പിക്കായിരുന്നു പറയും. പക്ഷേ രണ്ട് തലത്തിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും. ഈ രണ്ട് തലത്തിൽ നിൽക്കുന്നവർക്കും കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം, പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഈ രണ്ടും കൂടി ചേരണം. ഇതിലൊന്നിൽ മാത്രം നമ്മൾ നിൽക്കരുത്. യുക്തിക്ക് അതീതമായിരിക്കുന്നവർക്ക് യുക്തിഭദ്രമായിട്ടുള്ള പരിശീലനമാണ് ഇനി ആവശ്യം, യുക്തിഭദ്രമായിട്ടുള്ള. പക്ഷെ ശ്രദ്ധിച്ചു വേണം, യുക്തിഭദ്രമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ യുക്തിക്ക് അതീതമായിട്ടുള്ള പരിശീലനമായിരിക്കണം എന്ത് ചെയ്യണത്? കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊരു രൂപമില്ലാത്ത ഭാവമില്ലാത്ത മിഥ്യയായിരിക്കെ ഞാൻ എങ്ങനെ ട്രൂത്താവുന്നത്? ഈ എൻ്റെ ഇപ്പോഴത്തെ
ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലിരുന്ന് നോക്കുമ്പോഴാണ് എനിക്കത് മിഥ്യ എന്ന് പറഞ്ഞത്. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം മാത്രമാണ് എനിക്കത് മിഥ്യ. അതുകൊണ്ടാണ് ദുനിയാവ് ഒരു മിഥ്യയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി പറയാനുള്ള കാരണം. ഇപ്പം നമുക്ക് ഈ ലോകമാണ് സത്യം, ഈ ഇന്ദ്രിയമാണ് സത്യം. പക്ഷേ ഇന്ദ്രിയങ്ങളുടെ എല്ലാ ഭാവങ്ങളും അവസാനിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ട്രൂത്ത് അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാത്രമേ ഞാനത് നമുക്ക് മിഥ്യയായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ ഇതാണ് മിഥ്യയെന്നും ഇതല്ല ട്രൂത്തെന്നും ഇത് മിഥ്യയാണെന്നും ഇത് ഇല്യൂഷനാണെന്നും ഇത് മായയാണെന്നും നമുക്ക് എഴുതുന്ന അടുത്ത ഡയമെൻഷനിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാക്കുക. ഈ എർത്ത്, ഈ യൂണിവേഴ്സ് ഒരു ഡയമെൻഷണൽ വേൾഡ് മാത്രമാണ്, ഒരു ചെറിയ ഡയമെൻഷണൽ വേൾഡ് മാത്രമാണ്. ഈ ഡയമെൻഷനിൽ നിന്ന് അടുത്തതിലേക്ക് നമ്മൾ മരണപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഡയമെൻഷൻ ട്രാൻസിഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ശാസ്ത്രം തന്നെ പറയുന്നത് മരണം ഈസ് നോട്ട് എൻ എൻഡ്, ഇറ്റ്സ് എ ഡയമെൻഷണൽ ട്രാൻസിഷൻ. അപ്പോൾ ആ ഡയമെൻഷണൽ ട്രാൻസിഷൻസിലേക്ക് പോകുന്ന സമയത്ത് അത് വേറെ റിയാലിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്നത് എനിക്കൊരു ലോകമാണെങ്കിൽ എൻ്റെ ചുറ്റിലുമുള്ള ചെടികളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർ കാണുന്നത് നമ്മളെന്താ വെച്ചാൽ നമുക്കറിയില്ല, അവർ നമ്മളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയില്ല. നമുക്ക് ചുറ്റിലും കുറേ മറ്റ് ജീവജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അവർ നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്, നമ്മളെ കൂടെ വസിക്കുന്നുണ്ട്. അവർ നമ്മളെ കാണുന്നത് കളർഫുൾ ആയിട്ടല്ല, അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേൾഡാണ്. അപ്പോൾ നമ്മൾ ഉടുത്തൊരിക്കും മൊഞ്ചായിട്ട് നടക്കുന്ന സമയത്ത് അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ യാഥാർത്ഥ്യത്തിലാണ്. അപ്പോൾ നമുക്കും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ കണ്ണു വെച്ചിട്ടാണ്, വേറെ ആൾക്കാർ ഈ ലോകത്തെ വേറെ ഡയമെൻഷനിലേക്ക് കാണുന്നതായിരിക്കും. ഏഞ്ചൽസ് ഈ വേൾഡിനെ വേറെ രീതിയിലായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ജിൻസ് ആൻഡ് സച്ച് കൈൻഡ്സ് ഓഫ് ക്രിയേച്ചേഴ്സ്, അവർ ഈ ലോകത്തിനെ വേറെ ഡയമെൻഷൻസിലായിരിക്കും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. അത് തന്നെയല്ല ഞാൻ കാണുന്ന ലോകവും ഞാൻ കാണുന്ന പൂവും നിങ്ങൾ കാണുന്ന പൂവും പോലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വി കനോട്ട് ഫിക്സ് ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതാണ് പെർസെപ്ഷണൽ ഡിഫറൻസ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വ്യത്യസ്ത ധാരകളിലൂടെ ആ ട്രൂത്തിലേക്ക് പലരും എത്തിച്ചേരാന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഈ റിയാലിറ്റിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി നമുക്ക് മിഥ്യയായിട്ട് ആക്ച്വലി തോന്നണമെന്നില്ല. പക്ഷെ ഇത് നശിക്കണം, ഇതില്ലായ്മ ഇതൊന്നും നമ്മൾ ട്രാൻസിഷൻ സംഭവിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ആ ട്രൂത്ത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് റൂമിയെ പോലെയൊക്കെ ഉള്ളവർ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ട്രൂത്ത് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മരണത്തിന് മുന്നേ മരിക്കണം എന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ദ റിയൽ ട്രൂത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. ട്രാൻസിഷൻ വരുന്ന സമയത്ത് ഇതെന്നൊക്കെ നമ്മൾ എക്സിറ്റ് അടിച്ചു, അപ്പോൾ ആയിരിക്കും നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക ദ റിയൽ ട്രൂത്ത് എന്താ. ഇപ്പോൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്യുവറായിട്ടുള്ള നെയ്ക്കഡ് ആയിക്കൊണ്ട് ഈ ലോകത്തെ കാണുന്നതും നഗ്ന നേത്രങ്ങളെ കൊണ്ട് ലോകത്തെ കാണുന്നതും ഗ്ലാസ് ഇട്ട് ലോകത്തെ കാണുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ ഈ സ്പേസിലൊക്കെ പോകുന്ന ആസ്ട്രോനോട്ട്സ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പേസ് സ്യൂട്ട് ഇട്ടിട്ടല്ലാണ്ട് അവിടെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂല. കാരണം അത് വേറെ വേൾഡാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്പേസ് സ്യൂട്ട് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 കിലോഗ്രാമിലധികം ഭാരമുള്ള സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ ആ സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പം നീൽ ആംസ്ട്രോങ്ങും മറ്റുള്ള സംഘമൊക്കെ ചന്ദ്രനിലൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചന്ദ്രനെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചന്ദ്രനെ അവർ ശരിക്കും കണ്ടിട്ടുള്ളൂ, റൈറ്റ്. ഇനി അവർ കണ്ട ചന്ദ്രനേക്കാളും നന്നായിട്ട് അവരെ കയ്യിലുള്ള ക്യാമറ ആയിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് അതിനെ ഒപ്പിയെടുത്തിട്ടുണ്ടാവാം. അപ്പം ക്യാമറ കണ്ണുകൊണ്ട് കണ്ടതും നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളൊരു നല്ല ഫോണിൽ ഒരു റെയിനി ആയിട്ടുള്ള ഒരു റോഡ് ഇങ്ങനെ എടുക്കുന്നതും നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതും തമ്മിൽ കമ്പയർ നോക്കി കഴിഞ്ഞാൽ നമ്മളെക്കാളും നന്നായിട്ട് ക്യാമറ കണ്ണ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്യാമറയുടെ കണ്ണ് ശരിയല്ലാത്തതുകൊണ്ട് ചിലർ അത് ഇഫക്റ്റ് ഇട്ടിട്ടാണെന്ന്, അത് ഇഫക്റ്റ് ഇട്ടിട്ടാണെന്ന് പറയാൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ കണ്ണിന് പൊടി പിടിച്ച കണ്ണാണെങ്കിലോ നമുക്ക് അത്രേ കാണാൻ പറ്റുള്ളൂ, മങ്ങിയ കണ്ണാണെങ്കിൽ അത്രേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ ഇഫക്റ്റ് ഇട്ടതാണെന്ന്. എന്നാൽ ക്യാമറയ്ക്ക് ഇഫക്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു ഇഫക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതാണ് നമ്മളിലെ ട്രൂത്ത്. എത്രത്തോളം ട്രൂത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അത്രത്തോളം നമ്മളെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയും പവർഫുൾ ആയിട്ട് വരും. ദാറ്റ് മീൻസ് റോഡ് മാറാന്നുള്ളതല്ല, റോഡ് എന്ന അനുഭൂതി മാറിക്കൊണ്ടേയിരിക്കുന്നില്ല. സോ എവ്രിതിങ് ഈസ് റിലേറ്റീവ്, ആപേക്ഷികമാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ. അപ്പം ഒന്നും നമുക്ക് ഇതാണ് അൾട്ടിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും എൻ്റെ ഒരു സെഷൻസിലും ഫിക്സിറ്റിക്ക് വേണ്ടി നിൽക്കാറില്ല. ഇതിങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം നമുക്ക് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല, നിർബന്ധപ്പെടാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് പീപ്പിൾ ഓപ്പറേറ്റ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. അതിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാം അർഹിക്കുന്ന സ്ഥാനങ്ങൾ നമുക്കതിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. എൻ്റെത് മാത്രം ഒരു ശരി എന്ന വാശിയൊന്നും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാൻ കാണുന്നതും നിങ്ങൾ കാണുന്നതും ഒരേ ലോകത്ത് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ്.
ഒരേ സത്യത്തെ തന്നെ വ്യത്യസ്തമായ കണ്ണുകൾ കൊണ്ടാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം ഉറപ്പ് വരുത്തിയാൽ മതി, സത്യം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടത്. നിങ്ങൾ സത്യം കണ്ടോ ഇല്ല എന്നുള്ളതല്ല, സത്യം കാണാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്നുണ്ടോ, സത്യം അറിയാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ, അതുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ആർക്കും ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ലാ ഇക്റാഹ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ സത്യം കാണണമേ എന്നതിലേക്കുള്ള ആ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കാം. ഈ ലോകത്തിലൂടെ ഏത് കോണിലൂടെ സഞ്ചരിച്ചാലും ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും എല്ലാവർക്കും കണ്ടെത്താനുള്ള ലോകമാണിത്. എല്ലാവർക്കും അത് കണ്ടെത്താൻ വേണ്ടി പറ്റുമെന്നുള്ള അത് കാണണം എന്നുള്ളൊരു ഉദ്ദേശം ഇട്ട് കൊടുക്കാം. ഞാൻ സെഷൻസിൽ വരുന്നവരൊക്കെ ആ ഒരു സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ്. ടു സീക്ക്, തേടാനുള്ള, അന്വേഷിക്കാനുള്ള, കാണാനുള്ള, കേൾക്കാനുള്ള, അനുഭവിക്കാനുള്ള ആ ഒരു സ്പാർക്ക് കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ലെൻസിങ്ങിനെ ക്ലെൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ദ കോംപ്ലിക്കേഷൻസ്. പീപ്പിൾ ആർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസിലാണ് ആൾക്കാരെല്ലാവരും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ സീക്ക് ട്രൂത്ത് അതായിരിക്കണം നമ്മുടെ എപ്പോഴത്തെ പോളിസി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു 3, 4, 5 വർഷങ്ങൾക്ക് മുന്നേ എന്തായിരുന്നു നിങ്ങൾക്ക് സത്യം? ഇപ്പം നിങ്ങൾക്ക് എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ, 5 വർഷം മുന്നേ നിങ്ങളുടെ കുട്ടി എന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടി, നിങ്ങളുടെ കുട്ടി നിങ്ങളോടൊപ്പം വളർന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടി, നിങ്ങളുടെ സത്യത്തിൽ, നിങ്ങളുടെ അനുഭവത്തിൽ, കുട്ടി എന്ന അനുഭവത്തിൽ, കുട്ടി എന്ന യാഥാർത്ഥ്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളറിയും അവൻ ഭയങ്കര മാറിയെന്ന്. അങ്ങനെ തന്നെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളായിരിക്കും മാറിയിട്ടുണ്ടാവുക, നമുക്കറിയാഞ്ഞിട്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാനായിട്ടായിരിക്കും. നമ്മൾ തന്നെയാണ് മാറിയെന്ന് ഉറപ്പിക്കാനും പറ്റില്ല കേട്ടോ. 2 സാധ്യതകൾ അവിടെ ഉണ്ട്. ഒന്നുകിൽ അവൻ മാറിയിട്ടുണ്ടാകാം, അവൻ മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഞാൻ മാറിയപ്പോൾ എനിക്ക് അനുസൃതമായിട്ട് അവനോ അവളോ മാറിയില്ല എന്നതും ഒരു വിഷയമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പം ഞാൻ കാണുന്ന വേൾഡും അവർ കാണുന്ന വേൾഡും ആക്ച്വലി ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു സ്പേസ് നമുക്ക് എല്ലാവർക്കും കൊടുക്കൽ കൂടി ആവശ്യമാണ്. ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. ബിക്കോസ് പീപ്പിൾ ഓപ്പറേറ്റ് ഇൻ എ സെയിം വേൾഡ് വിത്ത് ഡിഫറെൻറ്റ് റിയാലിറ്റി. ഒറ്റ ലോകത്തെ വ്യത്യസ്തമായ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് ഈ ഓരോരുത്തരും ഓരോ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോരുത്തർക്കും ഒറ്റ ട്രൂത്തിനെ തന്നെ ഡിഫറെൻറ്റ് റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഈ റിയാലിറ്റിയും ഒക്കെ സെറ്റ് ചെയ്ത ട്രൂത്തായവൻ ഉദ്ദേശിക്കുന്നത് വൈവിധ്യമാണ്. ഹി ലവ് ഡൈവേഴ്സിറ്റി. വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് വൈവിധ്യമായിട്ട് സൃഷ്ടിച്ചത്. ഒറ്റ സത്യത്തെ തന്നെ വൈവിധ്യമായിട്ട് അനുഭവിക്കട്ടെ. ഒറ്റ ഭൂമിയാണ്. ചെടികൾ കാണുന്ന ഭൂമി വേറെയാണ്, ചെടികൾ അനുഭവിക്കുന്ന ഭൂമി വേറെയാണ്, ഏഞ്ചൽസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേൾഡ് വേറെയാണ്, ഹ്യൂമൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേൾഡ് വേറെയാണ്. ആ വേൾഡ് തന്നെ ഓരോ ഹ്യൂമണും ഓരോ കാലഘട്ടത്തിലും വേറെ വേറെ വേൾഡാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമി എന്ന് പറയുന്ന റിയാലിറ്റി ആയിരിക്കില്ല 500 വർഷം മുന്നേ ഉള്ള ആൾക്കാരുടെ ഭൂമി എന്ന റിയാലിറ്റി. ഇനി നമ്മളിപ്പം പറയുന്നു ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ 500 വർഷം കഴിഞ്ഞ് ഇതൊന്നുമല്ല ലോകം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച ലോകബോധത്തൊക്കെ നമുക്ക് ശേഷം വരുന്ന 500 വർഷത്തിന് ശേഷം വരുന്ന ആൾക്കാർ അറിയും കാടൻ സാധനങ്ങൾ, പഴഞ്ചൻ സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഏറ്റവും അപ്ഡേറ്റ് ചെയ്തത് എവിടെ കിട്ടുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ സയൻസ് പറയുന്നു പഴയത് അപ്ഡേറ്റ് ചെയ്തു, പുതിയത് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പുതുക്കി പുതുക്കത്തിൻ്റെ ഒരു പാരമ്യതയിലെത്തുമ്പം നമ്മളെവിടെ എത്തും? പഴമയുടെ തുടക്കത്തിലെത്തും, ആദ്യത്തെ പോയിന്റിലെത്തും. അപ്പോൾ നമുക്കറിയാം പഴയത് തന്നെയായിരുന്നു ബെസ്റ്റ് എന്നുള്ളത്. പഴയതെന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനത്തിലുള്ളത് എന്തായിരുന്നു? അതായിരുന്നു ബെസ്റ്റ്. അതാണ് മലയുടെ മുകളിൽ നിന്നും ഒഴുകിയിട്ട് കടലിലെത്തി നീരാവിയായി മുകളിലേക്ക് പോയിട്ട് മേഘങ്ങൾ വീണ്ടും അതിനെ മലയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അവിടെ കൊണ്ട് തള്ളുന്നത്, അവിടേക്ക് തന്നെ പോയിട്ട് വീണ്ടും. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് തന്നെയാണ്. അപ്പോൾ നമ്മളെങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അറിഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് അതല്ല ഞാൻ എന്നറിഞ്ഞ് അവസാനം ഞാൻ അറിയുമ്പോൾ അതാണ് ഞാൻ എന്ന് ഞാൻ അറിയും. ഏതാണ് ഞാൻ വെച്ചാൽ ഐ ആം ദാറ്റ്. ഐ ആം ദ ട്രൂത്ത്. ഞാൻ ആ ട്രൂത്താണ്, ഞാൻ അതാണ് എന്നറിയും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഐ ആം ദ ട്രൂത്ത് എന്ന് പറയുമ്പോഴും ഏതാണ് ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അവസാനം ഐ ആം ദാറ്റ് ട്രൂത്ത്
എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലെത്തുമ്പം അവിടെ കംപ്ലീറ്റായി, ഈ ലൈഫ് എക്സ്പീരിയൻസ് കംപ്ലീറ്റായി. ചില ആൾക്കാർ ഒരു ജന്മം കൊണ്ട് അവർ ആ സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല, ആ ട്രൂത്ത് ടു ട്രൂത്ത് കണക്ഷൻ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഒരുപാട് ജന്മങ്ങൾ എടുക്കണം. ഒരുപാട് ജന്മങ്ങൾ എടുക്കാന്ന് പറഞ്ഞാൽ പുനർജന്മം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ജന്മം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത തലമുറ അടുത്ത തലമുറ അടുത്ത തലമുറ ഓരോരുത്തരും ഇതിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റിലായിരിക്കും. നമ്മളിവിടെ ജീവിക്കുന്നതിൽ എൻ്റെ ജീവിതം മാത്രമല്ല എനിക്ക് ജീവിക്കാനുള്ളത്, എൻ്റെ പാരൻസ് ജീവിക്കാതെ പോയ ജീവിതവും എൻ്റെ പാരൻസ് ജീവിക്കേണ്ടിയിരുന്ന ജീവിതവും എൻ്റെ ആൻസിസ്റ്റേഴ്സ് ബാക്കി വെച്ച ജീവിതവും ഒക്കെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടൊക്കെ നമുക്ക് ക്രെഡിറ്റ് ഉണ്ട്, എല്ലാവർക്കും നമുക്ക് ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ എന്ന ശരീരമായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചാരിറ്റി തന്നിട്ടുള്ള 2 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അവരെ ചാരിറ്റിയാണ് എനിക്കിവിടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ചാരിറ്റിയാണ്, കോൺട്രിബ്യൂഷനാണ്. സോ കടപ്പാടുകൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ രക്ഷിതാക്കളോടും അതുപോലെ തന്നെ ടീച്ചറിനോടും രക്ഷിതാവിനോടും നമുക്ക് അത്രമാത്രം കടപ്പാടമുണ്ട് എന്ന് പറയുമ്പോൾ, അത്രമാത്രം കടപ്പാട് നമുക്ക് അവരോടുണ്ട് എന്ന് പറയുമ്പം പ്രധാന കാരണം ഒന്ന്, ഈ ഭൗതിക ശരീരത്തിൻ്റെ ഉടമകളാണ് ബയോളജിക്കൽ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരാണ് എനിക്ക് ഈ ഭൂമിയിൽ ഈ ലാപ്പ് ഓടാനുള്ള ട്രാക്ക് തന്നത്, ഓടാനുള്ള ട്രാക്ക് സ്യൂട്ട് തന്നത്, ഇവരാ തന്നിട്ടുള്ളത്. മാത്രമല്ല അവിടെ ഓടാനുള്ള അറിവ് തന്നത് നമ്മുടെ ഗുരുക്കന്മാരായിരിക്കും. അപ്പോൾ ഈ 2 പേരോടുള്ള നന്ദി നമ്മുടെ സോൾ ട്രൂത്തിൽ നിന്നുകൊണ്ട് നമ്മളെപ്പോഴും ഡെലിവർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ശരീരവും ഈ പ്രപഞ്ചവും ഈ ഭൂമിയും നമുക്കിവിടെ ഓടാനുള്ള വഴി ഒരുക്കി തരുള്ളൂ, പ്രകൃതി ദത്തമായിട്ട്. ഉദാഹരണത്തിന് പ്രകൃതിയോടുള്ള കടപ്പാട് നമ്മൾ വീട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുന്ന സമയത്ത് വേണമെങ്കിൽ പ്രകൃതി ചെറുതായിട്ടൊന്ന് നമ്മൾ ഓടുന്ന പാത മിനുസമാക്കി തരാം, ചെറുതായിട്ടൊന്ന് കാറ്റുകൊണ്ട് നമുക്കൊരു പുഷ് തന്നുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. കൂടാതെ നമ്മൾക്ക് ഈ ശരീരം തന്ന ബയോളജിക്കൽ പാരൻസിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ശരീരം ഓടുന്ന സമയത്ത് അവരുടേത് കൂടി ആയതുകൊണ്ട് ആ ശരീരം അവരോടുള്ള കടപ്പാട് തീർക്കുന്നത് കൊണ്ട് നമ്മളായി മാറിയ അവരെന്ന ശരീരം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ ശരീരം, അതുകൊണ്ടാണ് കളർ ടോണും ഹെറിഡിറ്ററി ഡിസീസും ഒക്കെ അങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്നത്. അത് നമ്മളിലുണ്ട്, ഓർമ്മിപ്പിക്കലാണത്. നമ്മളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, പാരമ്പര്യമായിട്ടുള്ള ഷുഗറും പാരമ്പര്യമായിട്ടുള്ള മറ്റ് അസുഖങ്ങളൊക്കെ നമ്മളൊക്കെ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, പേടിക്കേണ്ടടാ എന്ന രൂപേണ നമ്മളെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനോടുള്ള കടപ്പാട് തീർക്കുന്ന സമയത്ത് നമ്മൾ ഓടുന്ന സമയത്ത് തനിച്ചല്ല ഓടുന്നത്, നമ്മളോടൊപ്പം ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്പിരിച്വൽ ട്രൂത്തിലൂടെ നടക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, നിങ്ങൾ നടക്കുന്ന സമയത്ത് ഒറ്റക്കാണ് നടക്കുന്നത് ഒരിക്കലും ചിന്തിക്കേണ്ട, നിങ്ങൾ തനിച്ചായി നടക്കുന്നത് പോലെ തോന്നും, പക്ഷേ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് മുതൽ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഒരു സമൂഹം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ കോട്ട് എന്ന് പറഞ്ഞാൽ, നീ തനിച്ചല്ല, നക്ഷത്രങ്ങൾ മൊത്തം നിൻ്റെ കൂടെ ഉണ്ട്. ചില വിശ്വാസധാര പ്രകാരം പറയാറുണ്ട് മരിച്ച ആൾക്കാരൊക്കെ നക്ഷത്രങ്ങളായിട്ട് ഇങ്ങനെ ആകാശത്തുണ്ടായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരൊക്കെ ആകാശത്തിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആകാശം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അകത്തൊരു ആകാശമുണ്ട്. ആ ആകാശത്തിൽ നമ്മുടെ അകത്തൊരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിൽ അവരുടെ എല്ലാവരുടെയും കഷ്ണങ്ങളുണ്ട്. നമ്മുടെ DNA അവരുടെ എല്ലാ കോഡുകളും ഡീറ്റെയിൽസുകളും ആക്ച്വലി കിടക്കുന്നുണ്ടെന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ DNA ചുരുക്കി വെച്ചതാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ, ചെറുതാക്കി ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചതാണ് ഉള്ളിൽ, അത്രയും ചുരുക്കിയിട്ട്. ഈ DNA മാത്രം നമ്മൾ നിവർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ 67 ബില്യൺ കിലോമീറ്റർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. 67 ബില്യൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ തന്നെ 472 തവണ എങ്ങാനും വലയം വെക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമല്ല, അതിനപ്പുറത്തേക്കായിട്ട് 400 അങ്ങനെ ഒരു കണക്ക് വേണ്ട, എക്സാക്റ്റ് ആണോ എനിക്കറിയില്ല, പക്ഷെ അത്രത്തോളം തവണ നമുക്ക് വലയം വെക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് നമ്മൾക്കുള്ളിലെ DNA പോലും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചുരുങ്ങി കിടക്കണമെന്ന് നീ നോക്കണ്ട, നമ്മൾ അൺഫോൾഡ് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ നിവരാൻ തുടങ്ങിയാൽ വിത്തിൻ്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമരം പുറത്ത് വരുന്നത് പോലെയായിരിക്കും. മൊട്ടിൻ്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള വിശാലമായ പൂവ് അൺഫോൾഡ് ചെയ്ത് വരുന്നത് പോലെയായിരിക്കും. സോ അൺഫോൾഡ് യുവർ ഓൺ ട്രൂത്ത്, നിങ്ങളുടേതായ ട്രൂത്തിനെ അൺഫോൾഡ് ചെയ്യുക. അതുകൊണ്ടാണ് റൂമി പറഞ്ഞത്, ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്ലി ഫോളോയിങ് സംതിങ്, ജസ്റ്റ് അൺഫോൾഡ് യുവർ ഓൺ. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ട്രൂത്ത് റിയലൈസസ് ആൻഡ് കംസ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ട്രൂത്ത് അൺവീൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തത് കുറച്ച് സമയമെങ്കിലും ട്രൂത്തിനെ പറ്റിയിട്ടുള്ള സംസാരമാണ്. ബിക്കോസ് ഫെയ്ത്തിനെ പറ്റിയിട്ട് ആളുകൾ വാതോരാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ
ട്രൂത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രൂത്ത് ഓൾറെഡി ആൾക്കാർ ഇത് ട്രൂത്താണെന്ന് അങ്ങ് വെച്ചിട്ട് ഇനി ഫെയ്ത്ത് ഇങ്ങനെ കൂട്ടിയാൽ മതി ചിന്തിക്കുകയാണ്. നോ, നിങ്ങളുടെ ഫെയ്ത്ത് കൂടുന്തോറും ട്രൂത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ട്രൂത്ത് ആകുന്ന ദൈവത്തെ പറ്റിയിട്ട് മിനിമം ഒരാഴ്ചക്കുള്ളിലെങ്കിലും നിങ്ങൾ ആ ട്രൂത്ത് പുതുക്കണം എന്ന് പറഞ്ഞത്. റേഷനൊക്കെ പുതുക്കുന്നത് പോലെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം പറയാനുള്ള കാര്യം ട്രൂത്ത് അവെയർനെസ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അത്രത്തോളം. അപ്പം അതുകൊണ്ട് തന്നെ വലിയ ട്രൂത്തിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെറിയ ട്രൂത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ട്രൂത്ത് ഒറ്റൊന്ന് തന്നെ ഉള്ളൂ. ട്രൂത്ത് വലുത് ചെറുതുന്നില്ല, ട്രൂത്ത് ഒന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ട്രൂത്തിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റിയിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം വലിയ ക്ലാരിറ്റിയും ചെറിയ ക്ലാരിറ്റിയും, വലിയ ക്ലാരിറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് ചെറിയ ക്ലാരിറ്റി ഉള്ള ആളുകൾ വന്നിട്ട് ഒരുപാട് സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ ക്ലാരിറ്റിയിലുള്ളവരാണെങ്കിൽ അവിടെ സംവദിക്കൂല, അവിടെ കേൾക്കും, സമ്മതിക്കും, അവരെ ഫ്രീ ആക്കി വിടും. കാരണം അവർ ആ ട്രൂത്തിൽ നിന്നും ഇനിയും വളരാനുണ്ട്. അപ്പോൾ അവർ വളരും, അപ്പോൾ അവർ ട്രൂത്ത് കുറച്ചുകൂടി വലുതാവും. 5ാം ക്ലാസ്സിലെ ട്രൂത്തല്ല 10ാം ക്ലാസ്സിലെ ട്രൂത്ത്, 10ാം ക്ലാസ്സിലെ ട്രൂത്തല്ല നമ്മൾ +2ലെ ട്രൂത്ത്, ഡിഗ്രിയിലെ ട്രൂത്ത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ PhD പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറൽ റിസർച്ച് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് LKG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് അവൻ മനസ്സിലാക്കിയിട്ടുള്ള ബേസിക് സയൻസിനെ പറ്റിയിട്ടും ഫിസിക്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അവൻ പഠിക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, ആ ക്യൂരിയോസിറ്റിയില്ല. വെരി ഗുഡ്, ഹി ഹാസ് ബിഗൺ, ഹീസ് വെരി മച്ച് എന്തൂസിയാസ്റ്റിക്. അവൻ തുടരട്ടെ എന്ന രീതിയിൽ അവനെ തകർക്കാനോ പൊളിക്കാനോ ഇതൊന്നും അല്ലാടാന്ന് അറിയാം, അവനിക്ക് കയറാത്തൊരു സാധനം ഇട്ട് കൊടുക്കാൻ നോക്കുക. അത് തന്നെയാണ് വണ്ടർഫുൾ. ഗോ എഹെഡ്, ഹോൾഡ് ഓൺ, മൂവ് ഓൺ, മുന്നോട്ട് പോവുക. ഗോ എഹെഡ്, കണ്ടിന്യൂ എന്ന ധാരയിൽ നിൽക്കുമ്പം എൻ്റെത് കയ്യിലുള്ളത് വലുതാണ്, നിനക്കത് മനസ്സിലാക്കി തരണം എന്നുള്ള നിർബന്ധ ബുദ്ധികളൊന്നുമില്ല. അതിൻ്റെതായ സ്പേസ് കൊടുത്തു പോകാന്നുള്ള. ദാറ്റ്സ് ഹൗ ദ ട്രൂത്ത് വർക്ക്സ്. അതുകൊണ്ട് നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ ട്രൂത്തിനെ എപ്പോഴാണ് പോളിഷ് ചെയ്തത് എന്ന് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ട്രൂത്തിൻ്റെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് മാറ്റം വന്നോ? വെർച്വൽ റിയാലിറ്റിയൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള റിയാലിറ്റികളിലേക്ക് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. VR ഡിവൈസോ നിങ്ങൾ ജസ്റ്റ് വെച്ച് നോക്കിയാൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ മറന്നു. ഞാൻ കഴിഞ്ഞ വീക്കിൽ ജസ്റ്റ് ഇവിടെ കാലിക്കറ്റിലെ ഹൈലൈറ്റ് മോളിൽ ഒരു ആവശ്യത്തിന് ഇങ്ങനെ പോയപ്പം അടുത്ത ഫുഡ് കോർട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഫ്ലോറിൽ മറ്റേ ഈ VR സെറ്റപ്പുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സെൻറ്റർ ഉണ്ട്. അവിടെ പുറത്തു നോക്കിക്കുന്നവർക്ക് നല്ല രസമാണ്. കാരണം നമ്മളെ റിയാലിറ്റി പുറത്തു നോക്കുമ്പോൾ അവരേത് റിയാലിറ്റിക്കുള്ളിലാണോ ആ ഉള്ളിലുള്ള റിയാലിറ്റിയെ നമ്മൾ പുറത്തുനിന്ന് കാണാം. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഈ ഡിവൈസൊക്കെ ഇട്ടിട്ട് അവനിങ്ങനെ ഭയങ്കരമായിട്ട് കൈകൊണ്ട് അങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട്, അവനാരോ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഈ ഡിവൈസ് വെച്ച് കയറി കഴിഞ്ഞാൽ അവൻ്റെ ലോകം മൊത്തം അതാ. അവൻ കേൾക്കുന്നത് അവിടുത്തെ സൗണ്ടാണ്, അവൻ കാണുന്നത് ആ ലോകമാണ്. പുറത്തുള്ള ഒന്നും അവനൊരു ടൈലിൻ്റെ മുകളിലാണ് നിൽക്കണമെന്ന് പോലും അവൻ അറിയണില്ല. അവൻ വേറെ റിയാലിറ്റിയിലാണ്. പുറത്തുനിന്ന് നോക്കുന്നതൊക്കെ മനസ്സിലാണ്, മണ്ടൻ ഇവൻ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നുമില്ലല്ലോ അവിടെ. പക്ഷെ അവനക്ക് തോന്നാം ഇവിടെ എന്നെ ആരോ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവനക്ക് മാറാൻ പറ്റുന്നില്ല. ഈവൻ ദോ അവന് ചെറിയ രീതിയിൽ മാറി, അവനറിയാം ഇത് റിയാലിറ്റി അല്ല, പക്ഷേ ആ റിയാലിറ്റിയിൽ നിന്ന് അവന് മാറാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഭൂമി എന്ന് പറഞ്ഞ റിയാലിറ്റി ഒരു വെർച്വൽ റിയാലിറ്റി വേൾഡ് കയറിയപ്പോൾ നമ്മൾ കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെ ഇപ്പോൾ ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇല്ലാത്ത ലോകത്ത് ഇല്ലാത്ത ഭയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചില കുട്ടികളൊക്കെ ഈ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരെ വിചാരം അതോടുകൂടി 10 കോയിൻ കിട്ടും, 150 കോയിൻ കിട്ടുന്ന ഒരു തേങ്ങയും കിട്ടാനില്ല, എന്നാലത് കിട്ടും എന്ന് പറയുമ്പോൾ ഒരു ഹരം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ റിയാലിറ്റി ഡിഫറൻസസ്. അപ്പം നമ്മൾ വ്യത്യസ്ത റിയാലിറ്റികളിലാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പം നിങ്ങളുടെ ട്രൂത്തിൻ്റെ ക്വാളിറ്റി ക്ലാരിറ്റി എലവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിനാണ് ആ ക്വാളിറ്റി എലവേറ്റ് ചെയ്യാനാണ് ട്രൂത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു നാമം കൂടി, ട്രൂത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇസ്മ കൂടി, ട്രൂത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജപം കൂടി, ജപിക്കാനൊരു നാമം കൂടി പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം അത് നിങ്ങളുടെ ട്രൂത്തിനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ ട്രൂത്ത് എക്സ്പീരിയൻസിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും. സോ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ലോവർ ക്ലാരിറ്റി ടു ഹയർ ക്ലാരിറ്റിയിൽ എത്തുന്തോറും അവിടെ തിരക്ക് കുറവായിരിക്കും എന്നാണ് പറയാം. ലോവർ ക്ലാരിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് കമ്പാരിസണും അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ബുദ്ധികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ല അതാണ് അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുമല്ല ഇതുമല്ല ഒന്നുമല്ലാത്തതാണ് അത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് മാത്രമാണ് അത് എന്ന് പറയാതെ അതും ഇതാണ് ഇതും അതാണ് മറ്റേതോ അതാണ്, എല്ലാത്തിലും ഉള്ള അതിനെ കണ്ടെത്താൻ പറ്റുന്നിടത്താണ് വിജയം. അല്ലാണ്ട് കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കുന്നിടത്തൊരു വിജയമല്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞൊരു എൻഡ് ഇല്ല, കണ്ടിന്യൂവേഷൻ മാത്രമേ ഉള്ളൂ ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ. ഈ വേൾഡ് ആക്കുന്ന ഡയമെൻഷനിൽ നമ്മളിങ്ങനെ കയറി അടുത്തൊരു വേൾഡിലേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകുമ്പം പിന്നെ അവിടുത്തെ കണ്ടിന്യൂവേഷൻ ജേണിയാണ്.
സോ ദാറ്റ്സ് ഹൗ ദ ട്രൂത്ത് വർക്ക്സ് എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് സത്യം എന്നതിന് നമ്മൾ ഒരുപാട് ആ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ആ വാക്കിന് അപ്പുറത്തേക്ക് നമ്മൾ കേട്ട ഫ്രേസൽ പ്രോഗ്രാംഡ് പാറ്റേൺഡ് വാക്കുകൾക്കപ്പുറത്തേക്ക് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചെറിയൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സത്യം, ഹക്ക്, ട്രൂത്ത് എന്താണെന്ന് ചെറിയൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീക്കിൽ നമുക്ക് വിശദമായിട്ട് ഇനിയും സംസാരിക്കാം. നമ്മളുടെ റൂമിനേറ്റ് പ്രോഗ്രാം നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. നമ്മൾ 3 days റെസിഡൻഷ്യൽ പ്രോഗ്രാം ട്രൂത്തും ഫെയ്ത്തും ലവും സറണ്ടറൻസും അക്കും തുടങ്ങിയിട്ട് ഗൈഡഡ് കോളും ഗൈഡഡ് ജേണിയും റിത്തമിക് അലൈൻമെൻറ്റും. ഇപ്പോൾ ഇന്നലെ റൂമി നൈറ്റിന് വന്നവർക്കറിയാം ആ ഒരു മോഡിലുള്ള ഒരു 3 days ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ളൊരു വേറെ റിയാലിറ്റിയാണ്. വെർച്വൽ റിയാലിറ്റിയിൽ കയറിയതുപോലെ വേറൊരു റിയാലിറ്റിയിൽ നമ്മൾ കയറലാണ്. അപ്പോൾ ഞാനെപ്പോഴും പരിശ്രമിക്കാറുള്ളത് ആളുകൾക്ക് ഒറ്റ വേൾഡ് കൊടുക്കരുത്. ഇപ്പോൾ നമ്മളെ പ്രോഗ്രാമിന് വരുന്നവർക്ക് എല്ലാത്തിലൊക്കെ ടച്ച് ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഓരോ വേൾഡിൽ യൂണിവേഴ്സിൽ കയറിയ പോലെ. ഗൈഡഡ് ടോക്ക് വേറൊരു യൂണിവേഴ്സാണ്, GC വേറൊരു യൂണിവേഴ്സാണ്, റൂമിനേറ്റ് അതൊന്നുമല്ല, വേറെ തന്നെ ഒരു യൂണിവേഴ്സാണ്. അങ്ങനെ ഓരോരോ യൂണിവേഴ്സുകളാണ്, ഓരോരോ റിയാലിറ്റീസാണ്. അപ്പോൾ അതുപോലൊരു ഡിഫറെൻറ്റ് റിയാലിറ്റി നമ്മൾ വെർച്വൽ റിയാലിറ്റിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഈസ് ദിസ് റിയാലിറ്റി എന്ന് തോന്നുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് എക്സാക്ട്ലി നമ്മൾ റൂമിനേറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പം GC കഴിഞ്ഞവർക്ക് റൂമിനേറ്റിന് വരാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞു പോകും. കാരണം GC അതിൻ്റെ ബാലൻസ് പഠിപ്പിക്കുന്ന പരിപാടിയാണ്, എന്നിട്ട് വേണം റിയാലിറ്റി വേൾഡിൽ കയറാൻ. അപ്പോൾ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം ടു എക്സ്പീരിയൻസ് ദ റൂമിനേറ്റ്. അപ്പോൾ ഏതായാലും കൂടാതെ തന്നെ ഈ വീക്കിലാ തോന്നുന്നു, ഈ വീക്കിലായിട്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ ചില റൂമിനേറ്റിൻ്റെ ലൈവ് സ്ട്രീം വരാറുണ്ട്. റൂമിനേറ്റിൻ്റെ ലൈവ് സ്ട്രീം ഈ വീക്കിലെങ്ങാനും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് നൈറ്റ് ആയിരിക്കും, എല്ലാവരും ജോയിൻ ചെയ്യാം. ഇനി റൂമിനേറ്റിന് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിലെങ്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യു ഗെറ്റ് ലോട്ട്സ് ഓഫ് ഡീപ്പർ വിസ്റ്റംസ്, ഡീപ്പർ ക്ലാരിറ്റി എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നമ്മൾ നെക്സ്റ്റ് ഒരു ചെറിയൊരു ഇവൻറ്റ് വരുന്നുണ്ട് ഓഗസ്റ്റ് എൻഡിൽ. ഞാൻ ഇന്നലെ റൂമി നൈറ്റിലത് പറഞ്ഞിരുന്നു. ആൽക്കെമിസ്ട്രി എന്ന് പറഞ്ഞ ഇവൻറ്റ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തു. അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റുന്നവർ അതിൽ വരാം. സയൻസ് സ്പിരിച്വാലിറ്റി കോംബോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അത്. യുക്തിയും നമ്മുടെ കലാബോധമുള്ള മനസ്സും ആർട്ടിസ്റ്റിക് മൈൻഡും അതുപോലെ തന്നെ ലോജിക്കും ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുമ്പം ഭയങ്കര രസമായിരിക്കും. സയൻസ് ആൻഡ് ആർട്ടിൻ്റെ ഒരു ബ്ലെൻഡ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും ആ എൻ്റെ ഇടയിൽ നമുക്കൊരു ഈ ട്രൂ മെഡിറ്റേഷൻ നടക്കുന്ന സമയത്ത് സയൻസ് പറഞ്ഞത് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ഒരുമിക്കും ഇൻ ദ സെൻസ് അതിൻ്റെ അവയർനെസ്സുകൾ സിങ്ക് ആവും. രണ്ടായിട്ട് നിൽക്കുന്ന മനസ്സ് ഒന്നായിട്ട് നിൽക്കും. ഡബിൾ മൈൻഡ് ഉണ്ടാവില്ല, ഒറ്റ മൈൻഡ് എന്ന് പറയില്ല, ആ പോയിന്റിലേക്ക് വരുന്നുള്ളതാണ്. ഈ ആൽക്കെമിസ്ട്രിയിൽ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് ഭാവത്തെയും മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള. അപ്പോൾ സ്പിരിച്വൽ ആൽക്കെമി, അതുപോലെ തന്നെ ന്യൂറോ മിസ്റ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ന്യൂറോ സയൻസും മിസ്റ്റിക്കൽ പെർസ്പെക്റ്റീവ്സും ഭയങ്കര രസമായിട്ടുള്ള ബ്ലെൻഡ് ആയിരിക്കും എന്നാണ്. അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കും എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ചെറിയൊരു പ്രോഗ്രാമാണ്. ഐ തിങ്ക് ഒരു 100 പേരെ 150 പേരൊക്കെ മാത്രം അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു സിമ്പിൾ ഒരു പരീക്ഷണ പരിപാടി കൂടിയാണ്. അപ്പോൾ ഏതായാലും അതിലേക്ക് താല്പര്യമുള്ളവർക്ക് അതിലേക്കും വരാം. എനിവേ നെക്സ്റ്റ് വീക്കിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഗൈഡഡ് ടോക്കുകൾ കഴിയുന്നതും മിസ്സാക്കാതിരിക്കുക. ലൈവായിട്ട് തന്നെ കേൾക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്കറിയാം ഈ ഞായറാഴ്ച രാവിലെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, പുറത്ത് പോയൊക്കെ വൈബാക്കണം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ ഇത് ഞായറാഴ്ച ആയിപ്പോയി തുടങ്ങിയത്. 200 ആഴ്ചകളും ഞായറാഴ്ച തന്നെ പോയി. ഇനി ഇതൊരു മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോകുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ ഒരു സാക്രിഫൈസ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. ഐ ഹാവ് ഡൺ സംതിങ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രോഗ്രാമാണ്. ഫ്രീ ആയതുകൊണ്ട് ചില ആൾക്കാർ ഇതിന് അതിൻ്റെ വേണ്ടപ്പെട്ട വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കൊടുക്കുന്ന വിധത്തിൽ ഏറ്റവും ഡീപ്പർ സംഭവങ്ങൾ ഗൈഡ്ടോക്കിലാണ് കൊടുക്കാറുള്ളത്. പക്ഷേ അത് എത്ര ഡെപ്തിലുണ്ട് എന്ന് അറിയണമെങ്കിൽ ചിലപ്പം പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. പെയ്ഡ് പ്രോഗ്രാമിൽ വന്നിട്ട് ഈ സ്കില്ലും ട്രെയിനിങ് ഒക്കെ എടുത്തിട്ട് ഈ ഗൈഡ് ടോക്കിലൊക്കെ വന്നിരുന്നത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം ഞാൻ നേരത്തെ വെർച്വൽ റിയാലിറ്റി പറഞ്ഞ പോലെ GC കഴിഞ്ഞ ആൾക്കാർ ഈ ഗൈഡ് ടോക്കിനെ വേറൊരു റിയാലിറ്റി എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോച്ചസ് വേറെ റിയാലിറ്റിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാത്തവർ ഗൈഡ് ടോക്കിന് തന്നെ ഒരു കോമൺ റിയാലിറ്റിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും റിയാലിറ്റീസ് എലവേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കട്ടെ. എന്നിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ട്രൂത്തിനെ ഫെയ്ത്ത്ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. എല്ലാവിധ വിശ്വസവും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.